തിരുവചന ധ്യാനത്തിനായിട്ട് നമ്മുടെ പുസ്തകങ്ങളെ തുറക്കാം. യേശുക്രിസ്തു സന്ദർശിച്ച ഭവനങ്ങൾ എന്നുള്ളൊരു വിഷയമാണ് കഴിഞ്ഞ ദിവസങ്ങളായി ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു ചിന്തയാണ്. അപ്പോൾ കർത്താവിനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു സന്ദേശവുമാണ്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ നമ്മൾ തുടർമാനമായി ദൈവം തന്ന കൃപകളെ ചിന്തിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം. പുസ്തകങ്ങളുള്ളവരെല്ലാം പുസ്തകങ്ങളെ തുറക്കണം. കുറിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ കുറിക്കുന്ന സ്വഭാവം ഉള്ളവർ കുറിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പം പിന്നെ നമുക്കത് ഓർക്കാൻ കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ ഒരു ഭവനത്തിൽ യേശു വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതേത് വീടാണ്? ഗലീലയിലെ കാനാവിലെ വീട്ടിലാണ്. ഗലീലയിലെ കാനാവിലെ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണ വീട്ടിലേക്ക് വന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് യേശു അടയാളങ്ങൾ ആദ്യമായിട്ട് ചെയ്തത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 7ഓളം അടയാളങ്ങൾ കാണുന്നുണ്ട്. അതിൽ 1-ാമത്തെ അടയാളമായിട്ട് ഇത് കാണുന്ന യേശു സന്ദർശിച്ച കാനാവിലെ വീടാണ്. കാനാവിലെ വീട്ടിൽ യേശു വന്നു എന്ന് കാണുന്നു. അവിടെ നമ്മൾ ആദ്യത്തെ വാക്യം കാണുന്നു, 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം. ഇപ്പം 3-ാം നാളെന്ന് പറയുമ്പോൾ ക്രോണോളജിക്കലി ആ ഒരു നമ്പറാണോ എന്ന് ഒരു പക്ഷേ നമുക്ക് സംശയിക്കാം. കാരണം 29-ാമത്തെ വാക്യത്തിൽ കാണുന്നു, 1-29 കാണുന്നു, പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, അല്ലേ? പിറ്റേന്നാൾ അപ്പോൾ 2 ദിവസമായില്ലേ? 35-ാമത്തെ വാക്യം 35-ാമത്തെ വാക്യത്തിൽ കാണുന്നു, പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും. പിറ്റേന്നാൾ 43-ാമത്തെ വാക്യത്തിൽ കാണുന്നു, പിറ്റേന്നാൾ. അപ്പോൾ അങ്ങനെ പിറ്റേന്നാളെന്ന് പറയുമ്പോൾ ഈ 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്ന 3-ാം നാൾ ക്രോണോളജിക്കലി ആണോ പറഞ്ഞിരിക്കുക? ഒരു പക്ഷേ യോഹന്നാൻ്റെ ഉദ്ദേശം ഒരു തിയോളജിക്കൽ കൺസെപ്റ്റാണ്. 3-ാം നാൾ എന്ന് പറയുന്നത് പ്രതീക്ഷയുടെ ഒരു ദിവസമാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളെയൊക്കെ വിട്ട് ഓടിപ്പോയ യോന മത്സ്യത്തിൻ്റെ വയറ്റിൽപ്പെട്ടു. എത്രാം ദിവസമാണ് പുറത്തു വന്നേ? എത്രാം ദിവസം? 3-ാം ദിവസം. യോന മത്സ്യത്തിൻ്റെ വയറ്റിലായിരുന്ന പോലെ എന്ന് നാം കാണുന്നു. കർത്താവായ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു. എത്രാം ദിവസം എഴുന്നേറ്റു? 3-ാം ദിവസം. അപ്പം 3-ാം ദിവസം പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ദൈവിക ഇടപെടലിൻ്റെയും ഒരു ദിവസമായിട്ടാണ് നാം കാണുക, 3-ാം നാൾ. അപ്പോൾ എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലും, പ്രത്യേകിച്ച് എല്ലാ കുടുംബത്തിലും കർത്താവ് ഒരുക്കുന്ന ഒരു 3-ാം നാളുണ്ട്. അത് ദൈവിക മഹത്വത്തിൻ്റെ ദിവസമാണ്, ദൈവിക വിടുതലിൻ്റെ ഇടപെടലിൻ്റെ ദിവസമാണ്. 3-ാം നാൾ ഗലീലയിലെ കനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും അവിടെ ക്ഷണിച്ചിരുന്നു. വളരെ ഗൗരവമായിട്ട് ആ വിഷയത്തെ കാണണം. ആരൊക്കെ ക്ഷണിച്ചു? യേശുവിനെയും ശിഷ്യന്മാരെയും. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, യേശുവിനെയും ശിഷ്യന്മാരെയും. 2018 മഹാപ്രളയം. ആ മഹാപ്രളയം കഴിഞ്ഞപ്പോൾ പല വീടുകളും മുഴുവൻ വെള്ളം കയറി. അങ്ങനെ മൊത്തം വെള്ളം കയറിയ ഒരു ഭവനത്തിൽ എളിവൻ സന്ദർശിച്ചപ്പോൾ അവരാ വീട് വൃത്തിയാക്കുന്നു, സാധനങ്ങളൊക്കെ ഉണങ്ങി ഒരുമാതിരിയൊക്കെ വീടൊന്ന് ക്രമീകരിക്കുക. പക്ഷേ വെള്ളപ്പൊക്കത്തിന് മുമ്പ് തന്നെ മകളുടെ വിവാഹത്തിൻ്റെ ക്രമീകരണങ്ങളായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ വിവാഹം നടക്കേണ്ടത്. അപ്പോൾ ഈ എളിയദാസൻ അവിടെ ചെന്നിച്ചിട്ട് അവരോട് ചോദിച്ചു, എന്തായി കല്യാണക്കാരി? അവർ പറഞ്ഞ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പറഞ്ഞു, കല്യാണത്തിൻ്റെ ഒന്നും നടന്നിട്ടില്ല, കാരണം വെള്ളം കയറി. പക്ഷേ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ദിവസം ഉപവസിച്ചു, യേശുവിനെ വിളിച്ചെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ടീപ്പോട് പുറത്തൊരു കുറി കിടപ്പുണ്ട്, ടു അവർ ജീസസ് വരണമെന്ന് പറഞ്ഞു. അപ്പം കല്യാണത്തിന് ആദ്യം വിളിക്കേണ്ട ആരെയാ? യേശുവിനെ. എങ്ങനെ വിളിക്കണം? ഉപവസിച്ച് പ്രാർത്ഥിച്ച് വിളിക്കണം. ഈ കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവും ഉപവസിക്കുന്നത് നല്ലതാണ്. പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിലാണെങ്കിലും ഈ വിവാഹത്തിന് മുമ്പും പിമ്പും ഉപവസിക്കണം. അതിനൊരു കാര്യം, നമ്മളൊരു തറ കോൺക്രീറ്റ് ചെയ്താൽ ഉടനെ ചവിട്ടിയാൽ തറ എന്താകും? തറ അങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്ത് ഇട്ടാൽ ഉടനെ ചവിട്ടിയാൽ എന്തോ ചെയ്യും? വൃത്തികേടാകും. ഒരു വീട് കോൺക്രീറ്റ് ചെയ്തു കുറഞ്ഞൊരു 14 ദിവസം എടുക്കും ഹീൽ ചെയ്യാൻ, അല്ലേ? മാർപ്പിൻ്റെയും സ്പാനിൻ്റെയും ഒക്കെ അകലം അനുസരിച്ച് കൂടും. ഒത്തിരി സ്പാൻ അകലം ഉണ്ടെങ്കിൽ 21 ദിവസം വരെയൊക്കെ മുട്ടിടും. സ്പാൻ കുറവാണെങ്കിൽ 14, 18. ഇപ്പോഴത്തെ സിമെൻ്റൊക്കെ ഇച്ചിരി പെട്ടെന്ന് സെറ്റാവും. ഇപ്പോൾ ഏത് വീടും ഒന്ന് ഉറയ്ക്കാനും ഒക്കെ ഒരു സമയമെടുക്കും. കെട്ടിയതിൻ്റെ പിറ്റേ ദിവസം
ടൂറ് പോകുന്നതല്ല വിഷയം. കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ എവിടെ പോകുന്നു എന്നുള്ള ചിന്ത. ഉച്ചയും കുത്തി അതിനെക്കുറിച്ചാണ് പ്ലാൻ ചെയ്ത്. കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം ഉപവസിക്കാമെങ്കിൽ ഉപവസിക്കണം. കാരണം ഉറയ്ക്കാൻ എന്ത് വേണം? സമയം വേണം. മുമ്പേ ഉപവസിക്കണം, താമസിച്ച് ഉപവസിക്കണം. പിറ്റേ ദിവസത്തെ ടൂർ ആകരുത് സ്വപ്നം. പിറ്റേ ദിവസം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. കാരണം ഒരു വീട് തറയിട്ട 2 ദിവസം കിടന്നില്ലാതെ ചവിട്ടിക്ക്, മൊസൈക്ക് തറയെ അങ്ങോട്ട് ഇട്ടിട്ട് ടൈൽ ഒട്ടിച്ചതിൻ്റെ മണ്ടയ്ക്കോട്ട് ചവിട്ടിക്ക് കിണേ കടയെന്ന് കിടക്കും. പിന്നെ ചവിട്ടുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇട്ടോനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ എന്തിന് സമയം കൊടുക്കണം? സെറ്റാകാൻ സമയം കൊടുക്കണം. അതതിൻ്റെ ശരിക്കും വാക്ക്, സെറ്റാകാൻ സമയം കൊടുക്കണം. അപ്പോൾ ആദ്യം സെറ്റാകേണ്ടത് ആരെടുക്കലാ? ദൈവമായിട്ടൊന്ന് സെറ്റായിട്ടേ നിങ്ങൾ കാശ്മീരിൽ പോകാവൂ, നിങ്ങൾ മലേഷ്യയിൽ പോകാവൂ, സിംഗപ്പൂർ വേണേലും പോക്കോ. പക്ഷേ എങ്ങനെ പോകണം? എന്താ പോകണം? സെറ്റാകുന്നിടം വരെ ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ആദ്യം എന്താകണം? ഉറക്കെ പറഞ്ഞേ, സെറ്റാകണം. കെട്ടാൻ പോകുന്ന പിള്ളേരെല്ലാം കേട്ടോണം. ആദ്യം എന്താകണം? സെറ്റാകണം. സെറ്റാകാനൊരു സമയം വേണം. ആ സമയത്താണ് ആരെ ക്ഷണിക്കണ്ടേ? യേശുവിൻ. അപ്പോൾ ആദ്യം ടൂറാണോ ആവശ്യം? ആദ്യം സെറ്റാണോ? സെറ്റാകണം മക്കളെ. ആദ്യത്തെ ദിവസം പ്രാർത്ഥിക്കണം. ആദ്യത്തെ ദിവസം 1-2 ദിവസം പ്രാർത്ഥിക്കണം. ആരെ ക്ഷണിക്കണം? യേശുവിനെ ക്ഷണിക്കണം. വിവാഹത്തിന് മുമ്പും പ്രാർത്ഥിക്കണം, വിവാഹത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ അധികം പ്രാർത്ഥിക്കണം. എന്താ കാര്യം ചോദിച്ചാൽ സെറ്റാകണം. അപ്പം കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. ആരെ ക്ഷണിക്കണം? യേശുവിനെ ക്ഷണിക്കണം. പോരാ, ആരെ കൂടെ ക്ഷണിക്കണം? ശിഷ്യന്മാരെ കൂടെ ക്ഷണിക്കണം. പലരും ഇന്ന് കല്യാണം എല്ലാം തീരുമാനിച്ച് ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ട് പാസ്വേഡ് എന്ന് പറയും, ഇന്ന ദിവസം കല്യാണം. ഈ പാസ്റ്റർക്ക് വേറൊരു കല്യാണം കാണും. അങ്ങനെ എന്തോ ചെയ്യും? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കാര്യത്തിന് വന്നേ ഒക്കത്തെന്ന് പറയുമ്പോൾ കിടന്ന് ഞെരുങ്ങുന്നതും ഒക്കെ ദൈവദാസന്മാർ. ലാസ്റ്റ് വട്ട് നോട്ട് ലീസ്റ്റ് ആകരുത്. ആദ്യം ആരെ ക്ഷണിക്കണം? യേശുവിനെ. പിന്നെ യേശുവിൻ്റെ ശിഷ്യന്മാരെ ക്ഷണിക്കണം. ശിഷ്യന്മാരെ ക്ഷണിക്കുന്ന കൂട്ടത്തിൽ പാസ്റ്റർ ഭാര്യയെ കൂടെ പ്രത്യേകം ഒന്ന് ക്ഷണിച്ചേക്കണം. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് അവരെ ക്ഷണിക്കാതെ പോകുന്നു. വന്നപ്പോൾ നിന്നെ ഞാൻ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞതും കേട്ടിട്ടുണ്ട്. സങ്കടപ്പെട്ട് കരയുന്നതും കണ്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പം ആരും വിഷമിക്കാനിടയാകരുത് എന്നും ഓർപ്പിക്കട്ടെ. യേശുവിനെ ക്ഷണിച്ചിരുന്നു, യേശുവിൻ്റെ ശിഷ്യന്മാരെ ക്ഷണിച്ചിരുന്നു. അപ്പം കൃത്യമായിട്ട് ഞാനിത് ഇന്ന് ചിന്തിച്ച ഒരു ഭാഗമാണ്. സെറ്റാകാൻ എന്തു വേണം? സമയം വേണം. വേണ്ടേ? സെറ്റാകാൻ സമയം വേണം. കുറഞ്ഞത് ഒരു 2-3 ദിവസമെങ്കിലും വേണം. പക്ഷെ ഇന്ന് ആദ്യത്തെ ദിവസം തന്നെ ഇവരങ്ങ് പോവുകയാണ്. പിന്നെ ഇവർ 4-5 ദിവസം കഴിഞ്ഞാൽ വരത്തുള്ളൂ. അവർ ഊട്ടിയിലോ കൊടൈക്കനാലോ കുമരകത്തോ ചെല്ലുമ്പം പ്രാർത്ഥിക്കാനാണോ നേരം? അതുകൊണ്ട് ആദ്യത്തെ 2 ദിവസം കർശനമായിട്ട് പ്രാർത്ഥിക്കണം. അതിൻ്റെ ഒരു കാര്യം ഇതാണ്, സെറ്റാകണം. ദൈവമായിട്ടൊന്ന് ട്യൂണായാലേ ഇവർ തമ്മിൽ സെറ്റാകത്തുള്ളൂ. സെറ്റാകാൻ പ്രാർത്ഥിക്കണം. അവിടെ യേശുവിനെയും ക്ഷണിച്ചു, ശിഷ്യന്മാരെയും ക്ഷണിച്ചു. യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു. വീഞ്ഞു പോരാതെ വരികയാൽ അമ്മ ആരോട് പറഞ്ഞു? യേശുവിനോട് പറഞ്ഞു. ഇവിടെ അമ്മമാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വീട്ടിലെ സകല പോരായ്മയും ആദ്യം അറിയേണ്ടത് ആരാ? അമ്മയാണ്. അമ്മ അറിയും. ഈ അച്ഛനൊരു ചുറ്റിക്കളി ഉണ്ടെങ്കിൽ ആദ്യം പിടിക്കുന്ന ആരാ? അമ്മയാ. നിങ്ങൾ ആരെയും ഫോൺ ചെയ്തേ? നിങ്ങൾ എന്തിനാ ഈ രാത്രി ഇറങ്ങിപ്പോന്നത്? ഇവിടെ വാ മനുഷ്യ. ഏത് ചുറ്റിക്കളിയും പൊക്കാനുള്ള സവിശേഷമായ ഒരു കഴിവ് പിള്ളാരുടെ ആണേലും അച്ഛൻ്റെ ആണേലും മോടെ ആണേലും ആർക്കുണ്ട്? അമ്മയ്ക്കുണ്ട്. അത് അമ്മ എന്ന് പറയുന്നതൊക്കെ ദൈവം ഒരു ദൈവികമായ അമ്മയ്ക്ക്, പ്രാർത്ഥിക്കുന്ന അമ്മയ്ക്ക് ഇങ്ങനെയൊരു കൃപ ദൈവം കൊടുക്കും. എന്താ? കുറവറിയാനുള്ള കൃപ. ഏതിൻ്റെ കുറവ്? വീടിൻ്റെ കുറവ്. അമ്മ അറിഞ്ഞില്ല. നാട്ടുകാരറിയുന്നതിന് മുമ്പ് ആരറിയണം? അമ്മ അറിയണം. ഈ ലോത്തിൻ്റെ ഒരു വലിയ ഗതികേട് കാണുന്നുണ്ട്. ലോത്തിൻ്റെ 2 മക്കളും അവനെ കുളിപ്പിച്ചു, അവനോട് കൂടെ ശയിച്ചു. എന്നിട്ടൊരു വാക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സങ്കടപ്പെട്ടു. മോവാബ്യരും അമ്മോന്യരും അങ്ങനെ ഉണ്ടാകുക. അവരെഴുതി വെച്ചിരിക്കുന്നു, അവർ കിടന്നതും എഴുന്നേറ്റതും അവൻ എന്ത് ചെയ്തില്ല? അറിഞ്ഞില്ല. അയ്യോ, അതിപ്പോരം വലിയ ഗതികേടെന്താ? അറിഞ്ഞില്ല. പക്ഷേ ഈ അമ്മ എന്ത് ചെയ്തു? അവിടെ കുറവ് അറിഞ്ഞില്ല. ലോത്ത് അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ദുരന്തം ഉണ്ടാകുക. പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അറിയാതെ പോകാതെ, ആരും അറിയുന്നതിന് മുമ്പ് അറിയാനുള്ളൊരു കൃപ തരണം. അമ്മ അറിഞ്ഞ ഒരു ഗുണമുണ്ട്. അത് ആരോട് പറയും?
യേശുവിനോട് പറയും. യേശുവിനോട് പറഞ്ഞ ഒരു ഗുണമുണ്ട്, ആരും അറിയാതെ ദൈവം പരിഹരിക്കും. ആരും അറിയാതെ ദൈവം പരിഹരിക്കും. കരമുയർത്തി സ്തുതിച്ചേ. ആരും അറിയാതെ ദൈവം എന്തു ചെയ്യും? പരിഹരിക്കും. അപ്പം യേശുവിനെയും ശിഷ്യന്മാരെ അവിടെ ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവരോട് ഞങ്ങൾക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പം കർത്താവ് പറഞ്ഞു, എൻ്റെ നാഴിക ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? വന്നിട്ടില്ല. എൻ്റെ നാഴിക എന്ന് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മരണത്തെ കാണിക്കുന്ന ഒരു പദമാണ്. തെളിവ് യോഹന്നാൻ 13 യേശു പറയുന്നുണ്ട്, നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട്. അപ്പം നാഴിക, സമയം, ദൈവത്തിൻ്റെ സമയം. യോഹന്നാനെ സംബന്ധിച്ചോളം നാഴിക മരണമാണ്. അപ്പോൾ ഈ അത്ഭുതങ്ങൾ ചെയ്താൽ, അടയാളം ചെയ്താൽ യേശു എന്തിലോട്ട് പ്രവേശിക്കുക? മരണത്തിലോട്ട് പ്രവേശിക്കുകയാണ്. ഇത് ഈ അഭിനവ ശുശ്രൂഷകർക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു. അവർ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നതും അത്ഭുതം ചെയ്യുന്നതും എന്തിനേറെ പ്രവചിക്കുന്നതും കൃത്യമായി ക്യാമറ എല്ലാം വെച്ചാണ്. എന്തിനാന്ന് ചോദിച്ചാൽ ഇതൊരു ഡെമോൺസ്ട്രേഷൻ പോലെയാണ്. അല്ല, ശുശ്രൂഷ മരണം വിളിച്ചു വരുത്തുന്ന. നല്ല ശുശ്രൂഷ ചെയ്താൽ പകുതി ആയുസ് പോവും. അതാ അതിൻ്റെ സത്യം. നല്ല ശുശ്രൂഷ ചെയ്താൽ നമ്മുടെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. അർത്ഥം എന്താ? ഇതാണ്, ഞങ്ങളിൽ മരണവും. ഇത് സുഖമുള്ള ഒരു പരിപാടിയല്ല. അതുകൊണ്ടാണ് ഈ കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറയുക. പലരും എനിക്കറിയാം ശുശ്രൂഷ കഴിഞ്ഞാൽ പോയി അട്ടപ്പാടി കിടക്കും. കാരണം പലരെയും നിൽക്കുമ്പോഴത്തെ ആരോഗ്യമുള്ളൂ. ഒത്തിരി പ്രശ്നങ്ങളുള്ളവരെ എനിക്കറിയാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനുമാണ്. അപ്പം നോക്കൂ, ഇവിടെ പറഞ്ഞു എൻ്റെ നാഴിക ഇതുവരെ. അപ്പോൾ ഇവിടെ ഞാൻ സഭയെ ഒന്ന് പ്രബോധിപ്പിക്കുക. കർത്തൃവേല ചെയ്യുന്നവരെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. കാരണം അവർ മരണത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുക. മരണത്തെ ചവിട്ടി നിന്നുകൊണ്ടാണ്. അവിടെയും അവരുടെ കുടുംബത്തിൻ്റെയും മരണത്തിന് വിട്ടുകൊടുത്ത് മരണത്തിൻ്റെ മുകളിൽ നിന്ന് പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ഒരു കർത്തൃവേല എഫക്റ്റീവായിട്ട് ചെയ്യുന്നത്. ഉഴപ്പിച്ച് ചെയ്യാനാണെങ്കിൽ ഇതൊന്നും കുഴപ്പമില്ല. പക്ഷേ ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അവൻ്റെ അമ്മ അവരോട് ഒക്കെ ആയിക്കോട്ടെ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതെന്ത് ചെയ്യണം. അപ്പോഴാണ് യേശുവിൻ്റെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് അവിടെ എത്ര കൽപ്പാത്രം ഉണ്ടായിരുന്നു? 6 കൽപ്പാത്രം. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, 6 കൽപ്പാത്രം. ഒന്നുകൂടെ പറഞ്ഞേ, 6 കൽപ്പാത്രം. ഈ 6 എന്നുള്ളൊരു സംഖ്യ അപൂർണ സംഖ്യയായിട്ടാണ് സംഖ്യാശാസ്ത്രത്തിൽ കാണുന്നത്. ഏത് സംഖ്യ പൂർണ്ണം? 7. നമുക്കതിനുള്ള അറിവുണ്ട് അല്ലേ? 7. അതുകൊണ്ടാണ് പലരും ഫാൻസി നമ്പർ എടുക്കുമ്പോൾ 666 എടുക്കുമോ? ഇല്ല. പിന്നെ ഏതാ എടുക്കുക? ഒന്നിൽ 7, അല്ലെങ്കിൽ 7000, അല്ലെങ്കിൽ 7777. എന്തിനാന്ന് ചോദിച്ചാൽ 7 ഒരു ഭാഗ്യസംഖ്യയായിട്ടാണ് പൊതുവെ ഒക്കെ. ഈ പുതിയ നമ്പറൊക്കെ 7000 മാത്രം എടുക്കുന്നവരുണ്ട്. വണ്ടിയൊക്കെ പുതിയത് മാറുമ്പോൾ അടുത്ത വണ്ടി 7000 ആകാൻ വേണ്ടി നോക്കി നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു വിശ്വാസം കൂടാണ്, പൂർണ്ണ. പക്ഷേ ഇവിടെ ഒരു 6 കൽപ്പാത്രം എന്ന് പറയുമ്പോൾ അപൂർണതയുടെ ഒരു സംഖ്യയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശുദ്ധീകരണങ്ങളെല്ലാം എന്തുള്ളതാ? അപൂർണതയുള്ളത്. അത് പൂർത്തീകരിക്കണമെങ്കിൽ 7ാമതൊരു പാത്രം വേണം. ആ 7ാമത്തെ പാത്രമാണ് അവിടുത്തെ വിലാപ്പുറം. യോഹന്നാൻ അത് രേഖപ്പെടുത്തുന്നു. ഒരു പടയാളി അവൻ്റെ വിലാപ്പുറം കുത്തി തുറന്നു, രക്തവും വെള്ളവും കൂടെ പുറപ്പെട്ടു. അപ്പം 6 കൽപ്പാത്രം കൊണ്ട് ദേഹശുദ്ധി വരുത്താം. ആത്മാവിൻ്റെ പാപത്തെ ക്ഷമിക്കുന്നത് ഒറ്റ കൽപ്പാത്രമാണ്, ഒറ്റ സോഴ്സാണ്. അത് കർത്താവിൻ്റെ ചങ്കിലെ ചോരയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം, ഉറക്കെ പറഞ്ഞേ, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. നിങ്ങളുടെ പാപം എത്ര കടിഞ്ഞുവും പരന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിൻ്റെ പുണ്യാരക്തം നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. പിന്നെന്തുകൊണ്ടാണ്? ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. എല്ലാവരും ഉറക്കെ പറഞ്ഞ്, എന്ത് രക്തം? വിലയേറിയ രക്തം. അപ്പോൾ 6ാമത്തെ അല്ല 7ാമത്തെ പൂർണ്ണതയുള്ള ഒരു പാത്രമുണ്ട്. ആ പാത്രം യേശുവിൻ്റെ രക്തമാണ്. അതിൽ മാത്രമേ ആത്മശുദ്ധിയുള്ളൂ. അതുകൊണ്ടാണ് നമുക്കൊരു പാട്ടുണ്ട്, കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നിൻ അങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. അപ്പം മറക്കരുത്. 7ാമത് ഒരു കൽപ്പാത്രം. മനുഷ്യൻ്റെ പാത്രങ്ങൾക്ക് എന്തുകൊണ്ട്? അപൂർണത. ഇന്ന് ആത്മശാന്തിക്ക് വേണ്ടി മനുഷ്യൻ സ്ഥലങ്ങളിൽ പോകുന്നു, നേർച്ചകൾ നേരുന്നു, പല കർമ്മങ്ങൾ ചെയ്യുന്നു.
ഒരു പരിധിവരെ ഇതിനെല്ലാം അപൂർണതകളുണ്ട്. പൂർണ്ണതയുള്ള ഒരു ആത്മശുദ്ധിക്കുള്ള ഒരു സ്ഥലമുണ്ട്. ദേഹശുദ്ധി അല്ല, ആത്മശുദ്ധി. അത് ഈ കാൽവറി കുരിശാണ്. ഏകയാഗത്തിലൂടെ യേശു വരുത്തിയ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തെ. പാപമോചനം പ്രസംഗിക്കാതെ ഒരു സുവിശേഷ പ്രസംഗമില്ല. കാരണം മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം പാപമാണ്. പാപത്തിൽ നിന്നുള്ള മോചനമാണ് അടിസ്ഥാനപരമായി മനുഷ്യനാവശ്യം. അത് കൊടുക്കുന്നത് കാൽവറിയിലെ രക്തമാണ്. 6 ശുദ്ധീകരണ നിയമം അനുസരിച്ച് 6 കൽപാത്രങ്ങളുണ്ടായിരുന്നു. അതിൽ വെള്ളം കോരി നിറപ്പീനെന്ന് യേശു പറഞ്ഞു. എനിക്കിഷ്ടപ്പെട്ടു ആ പരിചാരകരെ. അവരെന്ത് ചെയ്തു? വാക്കോളം നിറച്ചു. ആ വാക്ക് എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഉറക്കം പറഞ്ഞേ, ടിൽ ദ ബ്രിം. അതിൻ്റെ വക്കോളം എന്ന് പറഞ്ഞാൽ ഇനിയും നിറയ്ക്കാൻ എന്തില്ല, ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശു എന്തെങ്കിലും പറഞ്ഞാൽ എന്തോരം ചെയ്യണം? വക്കോളം. ഉറക്കം പറഞ്ഞേ, എന്തോരം? വക്കോളം എന്ന് പറഞ്ഞാൽ മാക്സിമം. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഈ പെന്തക്കോസ്തുകാർക്ക്, പ്രത്യേകിച്ച് മലയാളി പെന്തക്കോസ്തുകാർക്ക് കുറേ പ്രത്യേകതകളുണ്ട്. ഒരു മലയാളി, ഒരു പെന്തക്കോസ്തുകാരൻ എന്നതിൽ അഭിമാനിക്കുന്നവരൊന്ന് സ്തോത്രം ചെയ്യാം. അഭിമാനിക്കണം കേട്ടോ, നിങ്ങൾ ചമ്മരുത്. ഐഡൻറ്റിറ്റി ഇല്ലാത്ത ഒരു സ്വർഗമൊന്നും അല്ലിത്. മലയാളി പെന്തക്കോസ്തുകാർ അഭിമാനത്തോടെ പറയണം, ഞാൻ പെന്തക്കോസ്തുകാരനാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ 2004 തോന്നുന്നു എൻ്റെ ഫാദറുമായിട്ട് മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ എറണാകുളത്ത് കിടക്കുകയാണ്. അപ്പോഴേക്കൊരു ഹാർട്ട് പ്രശ്നമുണ്ടായി. അപ്പോൾ നമ്മളെ അന്ന് പാസ്റ്റർ പ്രിൻസ്, ഇന്ന് പ്രിൻസ് റാന്നി അറിയപ്പെടുന്ന ഒരാളല്ല. ഞാനൊരു സുവിശേഷകൻ. എത്രയോ വർഷം മുമ്പ്, എത്ര വർഷമായി കാണും, 2004, ഏതാണ്ട് 20 വർഷം മുമ്പ്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ ഫാദറിൻ്റെ റൂമിൻ്റെ മുമ്പിൽ ഇറങ്ങി നിൽക്കുമ്പോൾ തൊട്ട് മുമ്പിലത്തെ റൂമിൽ നിന്ന് നല്ല ആഢ്യന്തമുള്ള സെറ്റും മുണ്ടും ഒക്കെ ഉടുത്ത, നല്ല കുറിയൊക്കെ തൊട്ട ആഢ്യന്തമുള്ള ഒരമ്മ നിൽക്കുന്നു. ആ അമ്മ എന്നോട് വർത്തമാനം പറഞ്ഞു. വളരെ സ്നേഹത്തോടെ, സ്നേഹാദരവോടുകൂടെ, ഒരമ്മയുടെ വാത്സല്യത്തോടെ അമ്മ എന്നോട് ഒത്തിരി നേരം വർത്തമാനം പറഞ്ഞു. വർത്തമാനത്തിടയ്ക്ക് അമ്മ എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടുത്തുകാരാ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ റാന്നി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ചോദിച്ചു, ഈ എറണാകുളം? ഇല്ലമ്മ. പിന്നെ ഇങ്ങനെ ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ആരാ? അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഈ പെന്തക്കോസ്തുകാരാണ്. അപ്പം ഞങ്ങളുടെ കൂട്ടായ്മക്കാരൊക്കെ അറിഞ്ഞും കേട്ടും റാന്നിന്ന് വന്നവരുണ്ട്, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വരുന്നവരാണോ? ഈ അമ്മ എന്നെ നോക്കിയിട്ട് ചോദിച്ചു, ഞാനാരാന്ന് നിനക്കറിയാമോ? ഇല്ലമ്മ, ഞാൻ ഇന്ന മുഖ്യമന്ത്രിയുടെ അനന്തരവള മോനെ, 2 ആഴ്ചയായിട്ട് ഇവിടെ കിടക്കുക, ഒറ്റയൊരുത്തം വന്നില്ല. എന്നിട്ട് ഈ അമ്മ എന്നോട് പറഞ്ഞു, നിൻ്റെ വർഗം കൊള്ളാടാ. എനിക്കെന്ത് സന്തോഷമായി, എൻ്റെ വർഗം കൊള്ളാമോ? പിന്നെ ഒന്ന് ചത്ത് കിടക്കട്ടെ, 10 പേര് രാത്രി പാടാൻ കാണത്തില്ലേ? അത് ഈ വർഗത്തിനെ ഉള്ളെന്ന്. അല്ലെങ്കിൽ ആര് കാണും? മോർച്ചറി തന്നെ അച്ചായൻ കിടന്നുറങ്ങുന്ന എത്ര വീട്ടിൽ ഞാൻ കണ്ടു. ഞാൻ രാത്രി വലിയ കാശുള്ള വീട്ടിലൊക്കെ 2 മണിക്കൊക്കെ ചെല്ലുമ്പോൾ അച്ചായൻ തന്നെ കിടന്ന് ബാബ വെക്കുക. ഇതിനകത്ത്, മോർച്ചറിക്കകത്ത് ആരിയില്ല. പക്ഷേ ഒരു പെന്തക്കോസുകാരനാണോ, കുറഞ്ഞ ഭക്ഷണം പാസ്റ്റർ അമ്മാമ്മയെ അവിടെ കാണും. ഞാനിങ്ങനെ തെക്കും പൊക്കും നോക്കും. എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ അച്ചായനോട് പറയും, ഞാനിവിടെ ഉറങ്ങുകയാണ്. പക്ഷെ ആരെങ്കിലും വരുന്നതിന് മുമ്പ് ഞാൻ എഴുന്നേക്കും. എന്നാലും കൂടെ കിടന്ന് ഉറങ്ങത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തോട്ടൊരു പായിട്ടോ കസരയിട്ടോ കിടന്നുറങ്ങും. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, പെന്തക്കോസ്തുകാർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടോ? ഒന്നുമില്ല, ഒരു അസുഖം വന്നാൽ പ്രാർത്ഥിക്കാൻ, എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ, അത്രയും ബലമല്ലേ അത്? നമ്മുടെ ഒരു തനിമയല്ലേ? ആ തനിമ പോകരുത്. ആ തനിമ നമ്മുടെ കൂട്ടായ്മ ബന്ധം, നമ്മുടെ വലിയ ബന്ധമാണ്. അതെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. അപ്പം ഇവിടെ കാണുകയാണ് വക്കോളം. ഇപ്പം യേശു ഒരു കാര്യം പറഞ്ഞ അപ്പം പെന്തക്കോസ്തുകാരുടെ മറ്റൊരു പ്രത്യേകതയാണ് ഈ പണ്ട് ഞങ്ങളുടെയൊക്കെ സമയത്ത്, ഇപ്പോൾ അങ്ങനെ ഞാൻ വളരെ കുറവാണ് കാണുന്നത്. ഞങ്ങളും ഈ അഭിഷേകം പ്രാപിക്കാനും കാത്തിരിപ്പ് യോഗവും ഉപവാസ പ്രാർത്ഥനയും എല്ലാം കഴിയുമ്പോൾ നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ, നാട്ടിലോട്ട് ഇറങ്ങുമ്പോൾ, എന്തുകൊണ്ട് വിശേഷം? ഒന്നുമില്ല, സുഖമാണ്, ഇതായിരിക്കുന്നു. നിനക്ക് എന്തോ പറ്റി? ഒന്നുമില്ല. എന്തോ പറ്റി? ഒന്നുമില്ല. പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥനയാണ്. ഉപവാസ പ്രാർത്ഥന അനുഗ്രഹമായിരുന്നതിൻ്റെ തെളിവെന്താ? തൊണ്ടയടയ്ക്കും. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി തൊണ്ടയടച്ചവരൊന്ന് കൈ പൊക്കാവും. ശരിക്കും പൊക്കുന്ന പിള്ളേരൊക്കെ ഒന്ന് കാണത്ത്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി തൊണ്ടയടച്ചിട്ടുണ്ടോ? അതാണ് ഉപവാസ പ്രാർത്ഥന. തൊണ്ടയ്ക്ക് ബഹളം വെക്കുന്ന അല്ല. വിമർശിക്കരുത്, വിമുഖത ഉണ്ടാകരുത്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കണം? വക്കോളം എന്ന് പറഞ്ഞാൽ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം സ്തുതിക്കണം. കരമടിച്ച് സ്തുതിച്ചേ, ചെയ്യാവുന്നതിൻ്റെ മാക്സിമം.
കൈയടിക്കുമ്പം എങ്ങനെ കൈയടിക്കണം? ശക്തിയോടെ അടിക്കണം. കാരണം എന്നാണെന്നറിയാമോ? രണ്ട് രീതിയിൽ ഇന്ന് മനുഷ്യരുണ്ട്. ഒന്ന്, സം പീപ്പിൾ ആർ വർഷിപ്പിംഗ് ദെയർ ബോഡീസ്. ഒരു കാര്യവും തെറ്റല്ല. ജിമ്മിൽ പോകുന്നത് തെറ്റല്ല, 100% ശരീരാഭ്യാസം അല്പം പ്രയോജനമുണ്ട്. പക്ഷെ 4 മണിക്കൂർ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യും, 20 മുട്ടയുടെ വെള്ള തിന്നും, ലെസ് കാർബോ, മോർ പ്രോട്ടീൻ, മോർ വർക്കൗട്ട് എല്ലാം ചെയ്യും, 5 മിനിറ്റ് പോലും പ്രാർത്ഥിക്കത്തില്ല. എങ്കിൽ ഞാൻ തെറ്റാണെന്ന് പറഞ്ഞോ? ഇനി നാളെ ഞാൻ ശരീരാഭ്യാസം തെറ്റാണെന്ന് പറഞ്ഞെന്ന് പറയില്ല. പറഞ്ഞോ? ഇല്ല. മസിലൊക്കെ പിള്ളേർ വേണം, ചുമ്മാ അവിടെ നമ്മളെ കൊണ്ട് ഒക്കുന്നില്ല. നമ്മളെ കൊണ്ട് ഒക്കാത്തതുകൊണ്ട് അതില്ലെന്ന് പറയല്ലേ. പിള്ളേരുടെ 6 പാക്കൊക്കെ കാണുന്ന എനിക്കൊരു സന്തോഷമാണ്. അപ്പം ഞാൻ പറയും, നമ്മുടേത് ഫാമിലി പാക്കറ്റാ. ഏതാ? 1 പാക്കാ. അവരുടെ 6 പാക്കായിരിക്കുമ്പോൾ എന്നാലും പിള്ളേരൊക്കെ ഓടുകയും ചാടുകയൊക്കെ ചെയ്യുന്ന ഒരു എനർജിയല്ലേ. അങ്ങനെ കാണുന്നവരെ കാണാനും ഒരു സുഖമല്ലേ. എങ്കിലും 4 മണിക്കൂറും 3 മണിക്കൂറും ഇതിനു വേണ്ടി ചെലവഴിക്കുമ്പോൾ അരമണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കണ്ടേ? വേണം. അരമണിക്കൂർ പോലും പ്രാർത്ഥിക്കാതെ ശരീരത്തിന് മാത്രം പ്രാധാന്യം കൊടുത്താൽ ആർ വി വർഷിപ്പിംഗ് അവർ ബോഡി ഓർ ആർ വി വർഷിപ്പിംഗ് ഗോഡ് വിത്ത് അവർ ബോഡി? നമ്മൾ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണോ ശരീരത്തെ ആരാധിക്കുകയാണോ? ശരീരത്തെ ആരാധിക്കുകയാണ്. ശരീരം കൊണ്ട് ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കും. ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ വേദോസം പറയും 150-ാം സങ്കീർത്തനം 10 കമ്പിയുള്ള കൈത്താളങ്ങളോട്. കൈ അടിക്കുകയാണെങ്കിൽ എങ്ങനെ അടിക്കണം? കൈ അടിക്കുകയാണെങ്കിൽ എങ്ങനെ അടിക്കണം? മാക്സിമം. ഞാൻ തിരുവനന്തപുരത്ത് വലിയൊരു ചർച്ചിൽ പോവാം. അവിടെ ഞാൻ പലവട്ടം പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പൊന്നു പ്രിയമുള്ളവരെ, 10-100 പേര്, 100 കാണത്തില്ല, എന്നാലും അവിടെ ഫുൾ കൊയർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമാണ്. ആൺപിള്ളേരും പെൺപിള്ളേരും ഒരേ ഡ്രസ്സ് ഇട്ട് ഈ ഓവർകോട്ടൊക്കെ ഇട്ട് സ്റ്റൈലായിട്ട് ഇന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് നിൽക്കുന്ന കാണാൻ ഒരരങ്ങാണ്. അതുപോലെ ഒരുങ്ങി പൊക്കമൊക്കെ അനുസരിച്ച് മുമ്പിലെ പുറകിൽ ഇങ്ങനെ വളരെ സയൻറ്റിഫിക്കായിട്ട് തന്നെ ക്രമീകരിച്ച കൊയർ. ആ കൊയറിൽ തന്നെ എല്ലാവർക്കും മൈക്കൊക്കെ ഉണ്ടെങ്കിലും മൈക്കൊന്നും ഇല്ലാതെ ഒരുത്തൻ മാറി നിൽപ്പുണ്ട്. അവന് യൂണിഫോമിലാണ് കൈയടിക്കുക. അപ്പോൾ അവന് മൈക്കില്ല. അപ്പം ഇച്ചിരി പ്രായമുണ്ട്, ഒരു 10-35 വയസ്സുകാണ്. അപ്പം ഞാൻ ഈ പാസ്റ്റോട് ചോദിച്ചു, ഇദ്ദേഹത്തിന് എന്നാ മൈക്ക് കൊടുക്കാത്തേ? അവന് പിച്ചില്ല. അവൻ മൈക്ക് കൊടുത്താൽ അവൻ പിച്ച് ഔട്ടാണ്. അവൻ്റെ ഒരു ഓറൊക്കെ അവനങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ ഇവർക്ക് കൂടെ പാടാനൊക്കത്തില്ല. അതുകൊണ്ടാണ് അവൻ എന്ത് കൊടുക്കാത്തേ? മൈക്ക് കൊടുക്കാത്തത്. പിന്നെ അവനെ എന്തിനാ കൊയർ നിർത്തിയേക്കുന്നേ? അവനില്ലെങ്കിൽ കൊയറിലൊരു അരങ്ങില്ല. അപ്പം ഞാൻ ഈ സഹോദരനോട് ചോദിച്ചാൽ പറഞ്ഞു, എനിക്ക് പിച്ചെന്നാ കൊയറാനാണെന്നും അറിയത്തില്ല പാസ്റ്റേ, പക്ഷേ 20 രൂപ ശമ്പളത്തിൽ ഒരു 2 വീലർ വർക്ക്ഷോപ്പിൽ ഞാൻ ജോലിക്ക് കയറി. അന്ന് ഞാൻ പാസ്റ്റർക്ക് 5 രൂപ കൊടുക്കുമായിരുന്നു. പിന്നെ അത് ദിവസം 20 രൂപ, പിന്നെ അത് 200 രൂപയായി, പിന്നെ അത് 2000 ആയി, പിന്നെ അത് വലിയ വർക്ക്ഷോപ്പായി. ഇന്ന് ആ വർക്ക്ഷോപ്പ് ഞാൻ മേടിച്ചു. എയർപോർട്ടിനടുത്തൊരു 3 നില കെട്ടിടവും പണിതു. ഞാൻ കയറി നിൽക്കുമ്പം 20 രൂപ ശമ്പളത്തിൽ ജോലി ചെയ്തൊന്നും ഓർക്കും. പിന്നെ ഞാനങ്ങ് കൈയടിച്ചങ്ങ് ആരാധിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ തമ്പുരാനെ ഓർക്കുമ്പോൾ നമ്മൾ ആരായിരുന്നു എന്നും ദൈവം നടത്തിയ വഴികളെല്ലാം ഓർക്കുമ്പോൾ വക്കോളം നിറച്ചു എന്ന് പറഞ്ഞാൽ മാക്സിമം ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്താലും എന്ത് ചെയ്യണം? മാക്സിമം ചെയ്യണം. കൈയട്ടിക്കുകയാണെങ്കിൽ കൈ അടിച്ച് സ്തുതിക്കണം. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, അഭിഷേകം പ്രാപിച്ച ഒരു സമയത്ത് ഒരു പെങ്കൊച്ച് എൻ്റെ പ്രിയമുള്ളൊരു, നമ്മളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ മരപ്രയാണ കൂട്ടം എന്ന് പറഞ്ഞൊരു കൂട്ടം ഉണ്ടായിരുന്നു. CC മാത്യു സാറിൻ്റെ കൂട്ടായ്മയിൽ ഇങ്ങനെ അഭിഷേകം പ്രാപിച്ച് ഞങ്ങൾ 6-ലും 7-ലും ഒക്കെ പഠിക്കുമ്പോഴാണ് ഒരു യോഗത്തിന് എന്നെ ഇരുത്തത്തില്ലായിരുന്നു. അന്ന് ഇറക്കി വിടുമായിരുന്നു. എന്നാന്നറിയാമോ? CC മാത്യു സാറ് പറയും പ്രിൻസിനെ കൊണ്ട് ഇറക്കി വിടാൻ. അപ്പുറത്ത് നമ്മൾ അയ്യത്തോട് നടന്ന് ആരാധിക്കും. എത്ര വയസ്സ്? 10-12 അങ്ങനെ. അപ്പോൾ അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു പെങ്കൊച്ച് അതിനെ യോഗം നടക്കുമ്പോൾ അത് നിർത്തത്തില്ല, അതിനെ അയ്യത്തിറക്കി വിടുമായിരുന്നു. അയ്യത്തോട് അത് ഓടി നടക്കുന്നത് കാണാം യോഗം കഴിയുന്ന വരെ. അങ്ങനെയൊക്കെ നടന്നവരൊക്കെ ഇന്ന് കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഒരു കാര്യം ഓർത്തോണം, ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്താലും മാക്സിമം വാക്കോളം, അവൻ കൽപ്പിച്ച വാക്കോളം. ഇനി എന്ത് കുറയ്ക്കാമെന്ന് ചിന്തിക്കരുത്, എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കണം. അതാണ് കാനായിലെ വീട് അത്ഭുതമായത്. കരമടിച്ച് സ്തുതിച്ചേ, ശക്തിയോടെ മാക്സിമത്തിലൊന്ന് കൈയടിച്ചേ. കർത്താവിൻ്റെ സന്നിധിയിൽ ശീലിക്കണം. ഉച്ചത്തിൽ ഉറക്കെ കൈയടിച്ച് കൊടുക്കാനാണെങ്കിലും, ദൈവത്തെ സ്തുതിക്കാനാണെങ്കിലും, ദൈവസന്നിധി ഇരിക്കുമ്പോഴാണെങ്കിലും മാക്സിമം അവരെന്തോരം നിറച്ചു
വക്കോളം. എനിക്കിഷ്ടപ്പെട്ടൊരു വാക്കാണത്. എന്തോരം? വക്കോളം. എന്തോരം? വക്കോളം. വക്കോളം നിറച്ചു. വക്കോളം നിറച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, കോരി നിറപ്പീൻ, കൊണ്ട് കൊടുപ്പീൻ. അവർ കൊടുത്തു. രുചിച്ച് നോക്കിയാറെ വിരുന്നുപാഴി ആരെ വിളിച്ചു? മണവാളിനെ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും ആദ്യം നല്ലതും പിന്നെ നീ അവസാനം വെറുതെ എന്ത് സൂക്ഷിച്ചു? നല്ലത് സൂക്ഷിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ ക്രെഡിറ്റ് ആർക്കാ പോയത്? മണവാളിന് പോയി അല്ലേ? ഒരു കാര്യം ഓർത്തണം, നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കും. പലപ്പോഴും ദൈവത്തിന് കൊടുക്കേണ്ട ക്രെഡിറ്റ് ആർക്ക് പോകും? മനുഷ്യർക്ക് പോകും. ജീവൻ ആരുടെ ദാനമാണ്? ദൈവത്തിൻ്റെ ദാനമാണ്. ആണോ? ആണോ? ആണ്. ഉറപ്പാണേ? ഉറപ്പാ. കല്യാണം കഴിഞ്ഞു. ആദ്യത്തെ മാസം തന്നെ ഭാര്യയ്ക്ക് ഗർഭിണിയായി. 1-ാം വാർഷികത്തിൽ തന്നെ ഒരു കുഞ്ഞുണ്ടായി. എല്ലാവരും ആർക്ക് കൺഗ്രാജുലേഷൻ പറയും? അപ്പന് കൺഗ്രാജുലേഷൻ, നീ ഭയങ്കര പുള്ളിയാണല്ലോ. ക്രെഡിറ്റ് എല്ലാം ആർക്ക് പോയി? അപ്പന് പോയി. 10 വർഷം പിള്ളേരുണ്ടായില്ല. ലൈഫ് ക്ലിനിക്ക് കയറി ഇറങ്ങി, ലക്ഷങ്ങൾ മുടക്കി, എന്നിട്ടും ഉണ്ടായില്ല. അവസാനം ആശ കൈവിട്ടു, ഉപദേശപ്പം കിട്ടി. അപ്പം ക്രെഡിറ്റ് ആർക്ക് പോവും? ക്രെഡിറ്റ് ആർക്ക് പോവും? ദൈവത്തിന്. എപ്പോഴും ഓർത്തോണം, മഹത്വം ദൈവത്തിനെ കൊടുക്കാവൂ. നമ്മുടെ കഴിവാന്ന് ചിന്തിക്കില്ല കേട്ടോ. അവിടാണ് അപകടം വരുന്നത് അല്ലേ? നമ്മൾ ചിലൊക്കെ പറഞ്ഞേക്കണം, എൻ്റെ പൊന്നു പാസ്റ്ററേ, ആ വളവങ്ങോട്ട് ചെന്നപ്പം ഒരു വണ്ടി ഇങ്ങോട്ട് കയറി വന്നു കേട്ടോ. ഞാനായതുകൊണ്ടൊരു വെട്ടിയില്ല. ആര്? പിന്നെ ഞാൻ വെട്ടിക്കും, മിക്കവാറും വെട്ടിക്കും. ഞാൻ വെട്ടിച്ചൊന്നുമല്ല, ദൂതനവത്തെ പിടിച്ച് ഇങ്ങോട്ട് തിരിച്ചതാണ്. അതാ എൻ്റെ സത്യം. ആണോ? ക്രെഡിറ്റ് എപ്പോഴും ദൈവത്തിന് മാത്രം. എല്ലാത്തിൻ്റെ മഹത്വം ദൈവത്തിനല്ലാതെ മഹത്വം പോകരുത്. എന്ത് പറഞ്ഞാലും ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, കൃപയാൽ ഞാനായിരിക്കുന്നു എന്ന് പറയണം. കൃപയാണ്. ജോലി കിട്ടിയത് കൃപ, ശമ്പളം മേടിക്കാൻ എത്തെങ്കിൽ കൃപ, സൗന്ദര്യമുണ്ടെങ്കിൽ കൃപ, വിദ്യാഭ്യാസം ലഭിച്ചെങ്കിൽ കൃപ, രാവിലെ എഴുന്നേറ്റെങ്കിൽ കൃപ, ഉറക്കം വന്നെങ്കിൽ കൃപ, എത്രയോ പേർക്ക് എല്ലാം ദൈവത്തിൻ്റെ കൃപ. കരമടിച്ച് സ്തുതിച്ചേ, ശക്തിയോടെ സ്തുതിച്ചേ. വളരെ കൃത്യമായിട്ട് പറയട്ടെ, ഫസ്റ്റ് ഗോഡ്. വക്കോളം. ഇവിടെ ഈ വീട്ടിൽ ആര് വന്നു? യേശു വന്നു. വളരെ കൃത്യമായിട്ട് ഞാനിത് പ്രസംഗിക്കുമ്പോൾ മിനിഞ്ഞാന്ന്, അല്ലെങ്കിൽ അതെ ഞായറാഴ്ച രാത്രി എളിയവനുണ്ടായൊരു അനുഭവമുണ്ട്. ഇന്ന് ഏത് ദിവസമാണ്? തിങ്കൾ, ചൊവ്വ, ഇന്ന് ബുധനല്ലേ? ബുധനാഴ്ച. ഞായറാഴ്ച രാത്രിയിൽ എളിയദാസിനെ കാണുവാനായിട്ട് അഗാപ്പെ കൗൺസിലിംഗ് സെൻ്ററിലെ, അതായത് പത്തനംതിട്ട ജില്ലയിലെ മലയാലപ്പുഴയിലുള്ള ഒരു വലിയ കൗൺസിലിംഗ് സെൻ്ററാണ് അഗാപ്പെ കൗൺസിലിംഗ്. ഇന്നെനിക്ക് തോന്നുന്നു ഒരു സീനിയർ എക്സ്പീരിയൻസ്ഡ് ക്രിസ്ത്യൻ കൗൺസിലറാണ് പ്രിയ സൈസാർ. പൗരുഷം നടത്തുന്ന ജാഗ്രത എന്ന ശുശ്രൂഷയുടെ സ്ഥിരം ഒരു റിസോഴ്സ് പേഴ്സണാണ് പ്രിയ സാർ ഈ എളിയദാസനെ കാണാൻ വേണ്ടി വന്നു. രാത്രി ഏറെ ഇരുട്ടിയിട്ടാണ് വന്നു. അദ്ദേഹം വളരെ വെയിറ്റ് ചെയ്തു. ഞാൻ വീട്ടിൽ ഇല്ലാഞ്ഞുകൊണ്ട് എന്നെ കാണുന്നതും വരെ വെയിറ്റ് ചെയ്തു. അപ്പം ഞങ്ങൾ കുറേ നേരം വർത്തമാനം പറഞ്ഞു. അദ്ദേഹം വന്നത് വലിയൊരു കൺസേൺ പങ്കുവയ്ക്കാൻ വേണ്ടി. ശ്രദ്ധിച്ച് കേൾക്കണം, കൺസേൺ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. ഇവിടെയാണ് ഈ കാനായിലെ വീടൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്. അദ്ദേഹം എന്നോട് പറഞ്ഞ കൺസേൺ, അദ്ദേഹം ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിനൊരു 30-40 വർഷത്തെ, ഒരു 3 പതിറ്റാണ്ടിലേറെയുള്ള കൗൺസിലിംഗ് പാരമ്പര്യമുള്ള ഒരാളാണ്. ഉന്നത വിദ്യാഭ്യാസവും അതിൻ്റെ അപ്ഡേറ്റ്സായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ആ പ്രിയപ്പെട്ട സഹോദരൻ എന്നോട് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ എൻ്റെ കണ്ണ് തുറപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഒരു 10 വർഷം മുമ്പ് വരെ കുടുംബ പ്രശ്നങ്ങൾ കുറവായിരുന്നെങ്കിലും ഈ കുടുംബ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി മുൻകൈ എടുത്തിരുന്നത് പെൺകുട്ടികളുടെ വീട്ടുകാരായിരുന്നോ ആൺകുട്ടികളുടെ വീട്ടുകാരായിരുന്നോ? പൊതുവേ ഒന്ന് പറഞ്ഞ് 10 വർഷം മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായാൽ തീർക്കാൻ മുൻകൈ എടുത്തിരുന്നത് പെൺകുട്ടികളുടെ വീട്ടുകാരായിരുന്നോ ആൺകുട്ടികളുടെ വീട്ടുകാരായിരുന്നോ? ആരാ പറഞ്ഞത്? അമ്മമാർ തന്നെയാണ് അല്ലേ? പെൺകുട്ടികളുടെ വീട്. എന്നാൽ ഒരു 10 വർഷം കൊണ്ട് ഷിഫ്റ്റ് ചേഞ്ച് ഉണ്ടായി. വേണ്ടെന്ന് ആദ്യം പറയുന്ന ആരാ? പെൺകുട്ടികളുടെ വീട്ടുകാരും കൂടുതലും, എല്ലാമല്ല കൂടുതലും. അതിൻ്റെ ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞത്, എന്നോട് ഒഫൻഡഡ് ആകരുത്, പ്രത്യേകിച്ച് സഹോദരി വർഗം ഒഫൻഡഡ് ആകരുത്. എന്താ പറയുക, നിങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യത്തെയും ബഹുമാനത്തോടെ കണ്ടുകൊണ്ട് പറയാം. ഈ ഒരു 10 വർഷം കൊണ്ടുണ്ടായ ഒരു വലിയ ഒരു ഷിഫ്റ്റ് ചേഞ്ച് ഉണ്ട്. പെൺകുട്ടികൾ മോർ അഗ്രസീവായി. അവർ ബുള്ളറ്റ് ഓടിക്കും, അവർ കാറ് കയറും, അവർ തന്നെ വേണമെങ്കിൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് പോയിട്ട് തിരിച്ചു വരും. പണ്ട് വീട്ടിൽ ചന്തയ്ക്ക് പോകണമെങ്കിൽ ആങ്ങളെ കൂട്ടി പോകുന്ന നോക്കുക, ഇപ്പം തന്നെ പോകും. ഇവർ മോർ അഗ്രസീവായി.
ശരിയാണോ? ഈ പെമ്പിള്ളാരായി, ആമ്പിള്ളാരല്ല, പെമ്പിള്ളാരൊക്കെ മുടിയൊക്കെ ബോബ് ചെയ്ത് കറങ്ങി നടക്കുമ്പോൾ ഇവന്മാർ ഏതാണ്ട് മുടിയും കെട്ടിവെച്ച് 2 കാതയിലും കിണുക്ക് വിട്ട് മൂക്കുത്തി വരെ കുത്തിയാണ് നടക്കുന്നത്. ഇവന്മാരാരായി? പെണ്ണായി. ഇവളാരായി? എന്നോട് അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ ചിന്തിച്ചപ്പം ശരിയാ, മോർ അഗ്രസീവായി. ഇന്നത്തെ ഈ പിള്ളേരോട് നമ്മൾ എഫേസിലെത്തി ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചാൽ മനസ്സിലാകത്തില്ല ഇവർക്ക്. അങ്ങനെ പറയാനും പാടില്ല. ക്രൈസ്റ്റ് ലൈക്ക് ലീഡർഷിപ്പിനെ കുറിച്ച് പറയണം. അല്ലാതെ ചവിട്ടി താക്കുന്ന ഒരു ഭർത്താവിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ ജനറേഷൻ അത് മനസ്സിലാകത്തില്ല. ആ കാലം പോയി. അപ്പം റീഡിഫൈൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വേദമൂല്യങ്ങളെ തിരിച്ചാൽ തന്നെ ഭർത്താവ് ക്രിസ്തു കേന്ദ്രീകൃതമായ ലീഡർഷിപ്പിൽ വരണം. അല്ലാതെ എന്തിനു വേദം ചവിട്ടിത്താക്കുന്ന ഭർത്താവായിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു പട്ടാളക്കാരൻ കല്യാണം കഴിച്ചു, അവൻ്റെ അപ്പനും വലിയ പട്ടാളക്കാരനായിരുന്നു എന്ന് പോലും. അപ്പോൾ അദ്ദേഹം പെൺകുട്ടി ഒരു കല്യാണം കഴിഞ്ഞ് വീട്ടിലോട്ട് കയറി വന്നപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റും അടുക്കും ചിട്ടയുള്ള ചെറുപ്പക്കാരൻ, അവൻ്റെ വീട്ടിലെ അപ്പനും അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവള് കല്യാണം കഴിഞ്ഞ് കയറി വന്നപ്പോൾ ഇവൻ പുറകെ കയറി വന്നപ്പോൾ ഇവള് ഗൗണെല്ലാം കൂടെ ഊരി പറിച്ച് അവൻ്റെ കട്ടിലയിലോട്ട് ഇട്ടിട്ട് പിന്നെ വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് വിട്ടിറങ്ങിപ്പോയി. അപ്പോൾ ഇവൻ വന്നപ്പോൾ ഈ കട്ടിലെല്ലാം ഗൗണും തുണിയും എല്ലാം കിടക്കുക. ഇവൻ അവിടെ ഇന്നുകൊണ്ട് ഒരു ഇംഗ്ലീഷിൽ ഒരു ചീത്ത പറഞ്ഞു. അവരുടെ ഈ നാക്കിൻ്റെ അറ്റത്തിരിക്കുന്ന ചീത്തയാണ്. അത് അവൾ കേട്ടു. അവൾ നേരെ ടാക്സി പിടിച്ച് അവിടെ വീട്ടിൽ പോയി. നേരെ വീട്ടിൽ ഇവനൊരു വാക്ക് പറഞ്ഞ വാക്ക് ഈ പിള്ളേരുടെ വാക്കായിട്ട് പറയത്തില്ല ഞാനത്, കാരണം അതൊരു മോശപ്പെട്ട വാക്കാണ്. കേൾക്കുമ്പോൾ മനസ്സിലായത് ഇന്നത്തുണ്ട്. ഏത് വാക്കാന്ന് മനസ്സിലായല്ലോ, മനസ്സിലായി, പിള്ളേർക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായില്ല. നമുക്ക് ട്യൂബ്ലൈറ്റ് കത്താൻ താമസമാണ്, ഇപ്പം ഇതൊക്കെ കത്തിയാൽ മതി. അല്ല പിള്ളേർക്ക് മനസ്സിലായി. ഒരു വാക്ക് പറഞ്ഞു, അവളിറങ്ങി അവിടെ പണിക്ക് പോയി. അന്ന് തന്നെ സെയിം ഡേയിൽ 4 മണിക്ക് വീട്ടിൽ ചെന്നു. ഇതാണ് ലോകം. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പക്ഷേ ഇന്ത്യയിൽ ലോക ഡിവോഴ്സ് റേറ്റിൻ്റെ 128ാമത്തെ ഏതാണ്ട് സ്ഥാനത്താണ് ഇന്ത്യ. 1% ലോക ഡിവോഴ്സിൽ. അപ്പോൾ ഹിന്ദുക്കൾക്ക് ഇന്നും കുടുംബ ബാല്യമുണ്ട്. പക്ഷേ കേരളത്തിൽ അത് 8% കൂടി. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 350 മടങ്ങാണ് കേരളത്തിലെ ഡിവോഴ്സ് റേറ്റ്. 350 ടൈംസ്. ഒരു പെന്തക്കോസുകാരൻ പയ്യൻ ഡിവോഴ്സ് ആയിട്ട് പുനർവിവാഹത്തിനൊരു അപേക്ഷ ഇട്ടപ്പോൾ 2 ദിവസം കൊണ്ട് അവൻ്റെ അക്കൗണ്ടിൽ വന്ന അപേക്ഷ എൻക്വയറി 400. 1, 2, 3 അല്ല, 400. ഇതെങ്ങോട്ട് പോവാ? സീരിയസ് ആയിട്ട് ചിന്തിക്കണം. ഇതിനൊരു കാര്യമുണ്ട്. UK പാശ്ചാത്യ രാജ്യങ്ങളുടെ 85 to 95 ഡിവോഴ്സ് റേറ്റ്. കണക്കുകളാണ്. അവിടെ കല്യാണം കുറവാണ്. വേറൊരു സംഭവമാണ്. എന്താ സഹശയനം, പേര് ലിവിങ് ടുഗദർ. കല്യാണം കഴിയാതെ താമസിക്കുക. അതിനകത്ത് ഡിവോഴ്സ് വരുന്നേ ഇല്ല. കാരണം എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, പിരിയാം. ലീഗലി കല്യാണം കഴിക്കുന്നതിനകത്ത് 85 to 95 ഡിവോഴ്സ് റേറ്റ്. ഈ 85 to 95 ഇവിടുന്ന് പോകുന്ന പിള്ളേർ ചെല്ലുന്നേ. ആ കൾച്ചറിലോട്ടാണ് ചെല്ലുന്നത്. ഇവിടെയാണ് ഫാമിലി വാല്യൂസ്. എല്ലാ കൾച്ചറിലും ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കൾച്ചറുണ്ട്. കൾച്ചർ മാറുന്ന അനുസരിച്ച് മാറാത്തൊരു കൾച്ചറുണ്ട്, ബൈബിൾ കൾച്ചർ. ഈ പുസ്തകം ഒന്ന് ഉയർത്തിപ്പിടിച്ച്. ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താ? ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കും. ഇവിടെയാണ് ആരെ ക്ഷണിക്കേണ്ടത്? യേശുവിനെ ക്ഷണിക്കേണ്ടത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഡിവോഴ്സ് ആയിട്ട് റീയൂണിയൻ ആകുന്ന കണ്ടിട്ടുണ്ട്. ഡിവോഴ്സ് ആകാൻ കേസ് കൊടുത്ത് കേസിൻ്റെ വിധി വരുന്നതിൻ്റെ ആ ദിവസങ്ങളിൽ സ്വപ്നം കണ്ട ഭർത്താവ് തിരിച്ചു പോയി കേസ് പിൻവലിച്ച് ഭാര്യയെ കിട്ടിച്ചുകൊണ്ട് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം അവനോട് സ്വപ്നത്തിൽ ഇടപെട്ടു. ആരോട് ഇടപെട്ട പോലെ? യോസഫിനോട്. ഇന്ന് അവർക്ക് 2 കുഞ്ഞുങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. കേസ് കൊടുക്കാൻ കാര്യം കൊച്ചുങ്ങൾ ഉണ്ടാകത്തില്ലെന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടാണ്. പക്ഷേ മെഡിക്കൽ റിപ്പോർട്ടിന് അപ്പുറത്ത് കൊച്ചുങ്ങളുണ്ടായി. 2 പിപ്പിരി കൊച്ചുങ്ങൾ, പീരിപിരിപ്പം കൊച്ചുങ്ങൾ. തമ്പുരാൻ ഇന്നും ക്ഷണിച്ചാൽ വരും, വീട്ടിൽ വരും. പച്ചവെള്ളം പോലെ തണുത്ത സംഭവം, പക്ഷെ തണുത്ത വെള്ളത്തെ വീര്യമുള്ളതാക്കാൻ കഴിവുള്ള, നിറമില്ലാത്ത, മണമില്ലാത്ത, ഗുണമില്ലാത്തെന്ന് പറയുന്ന പച്ചവെള്ളത്തെ നിറവും ഗുണവും രുചിയും മണവും ഒക്കെ ഉള്ള വീഞ്ഞാക്കാൻ കഴിവുള്ള ഒരു കരസ്പർശനമുണ്ട്. അത് യേശുവിൻ്റെ കരസ്പർശനാണ്. കൈയടിച്ച് സ്തുതിച്ച് യേശുവിനെ ക്ഷണിക്കണം. സീരിയസ് ആയിട്ടാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള 2-3 കാര്യങ്ങൾ ഗൗരവമായിട്ട് കേൾക്കണം.
ഈ കാലഘട്ടത്തിലാണ് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനെ ദൈവം ഭൂമിയിൽ സ്ഥാപിച്ചിട്ടുള്ളൂ. പറഞ്ഞേ ഏതൊക്കെയാ ദൈവം സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസ്? ഏതൊക്കെയാ? ഒന്ന് ഫാമിലി, രണ്ട് ചർച്ച്, ഞാൻ എൻ്റെ സഭയെ പണി. രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസേ ദൈവം ഭൂമിയിൽ സ്ഥാപിച്ചിട്ടുള്ളൂ. ഒന്നേതാ? കുടുംബം. രണ്ടേതാ? സഭ. ഈ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ നിഴലായിട്ടാണ് കുടുംബത്തെ കാണുക. പക്ഷേ സാത്താൻ അറിയാം, സഭ തകർക്കണമെങ്കിൽ ആരെ തകർത്താൽ മതി? കുടുംബത്തെ തകർത്താൽ മതി. കുടുംബത്തെ തകർത്താൽ മതി. ഇപ്പം ഒരാളോ രണ്ടാളോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കുള്ളവർക്ക് അതിന് വേറൊരു വലിയ റീസൺ എന്ന് പറയുന്നത്, ഈ ഒരു 2 കിലോമീറ്റർ ചുറ്റുമുള്ള മിക്കവാറും എല്ലാവരെയും പേഴ്സണലി അറിയാവുന്നവരായിരുന്നു. ഒരു 50 വയസ്സ് 60 വയസ്സ് പ്രായമുള്ളവർ ആണോ? 60 വയസ്സ് പ്രായമുള്ള ഒരാൾക്ക്, അല്ലെ 65 വയസ്സ് പ്രായമുള്ള ഒരാൾക്ക് നമ്മുടെ വീടിൻ്റെ ഒരു 2 കിലോമീറ്റർ ചുറ്റുമുള്ള മിക്കവാറും എല്ലാവരെയും അറിയാവോ? അറിയത്തില്ലേ? അറിയാം. പക്ഷേ ഇന്നത്തെ പിള്ളേർക്ക് അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ആരാന്നറിയാമോ? അറിയത്തില്ല. അവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ബോണ്ടില്ല. നമ്മൾ പലരും കുടുംബങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സഹിച്ചതും പുറത്തതും ഒക്കെ ചെയ്ത് ഒറ്റ കാര്യം കൊണ്ടാണ്. നാട്ടുകാരറിഞ്ഞാൽ എന്തോ ഓർക്കും. പക്ഷേ ഇന്ന് ലീസ്റ്റ് ബോധേഡാണ് ആ ഒരു വിഷയത്തെക്കുറിച്ച്. ഒന്ന്, സോഷ്യൽ ബോണ്ട് കുറഞ്ഞു. 2, ചർച്ചുമായിട്ടുള്ള ബോണ്ട് കുറഞ്ഞു. ഒരു ചർച്ച നടത്തി കൊടുത്തില്ലെങ്കിൽ അപ്പുറത്ത് നടത്തി കൊടുക്കും. ഇനി ആര് നടത്തി കൊടുത്തിട്ടുള്ളേ രജിസ്റ്റർ ചെയ്യുക? ഹൂ കെയർസ്? ഇവിടെ വരുമ്പോൾ സംഭവിക്കുന്നത് അടിസ്ഥാനപരമായ ദൈവത്തിൻ്റെ സ്ഥാപനം തകർക്കപ്പെടുക. ഈ സ്ഥാപനം തകർന്നാൽ ആര് തകരും? സഭ തകരും. അതുകൊണ്ടാണ് ഇന്ന് യൂറോപ്പിൽ എന്തില്ല? ചർച്ചില്ല. ഇപ്പം ഞാൻ യൂറോപ്പിൽ പോകുന്നതാണ്. പല സ്ഥലങ്ങളും ദൈവം കൃപ ചെയ്ത് പോയിട്ടുണ്ട്. ചർച്ചുകൾ പലതും വാടകയ്ക്കെടുത്ത് തുറക്കുന്ന ആരാ? ഇവിടുന്ന് പോയ മലയാളി പിള്ളേരാ, ഫസ്റ്റ് ജനറേഷനാ. മനസ്സിലാകുന്നുണ്ടോ? ചർച്ചുകൾ പൂട്ടപ്പെട്ടത് പലതും ഇപ്പം വാടകയ്ക്കെടുത്ത് ആരാധിക്കുന്ന ആരാ? നമ്മുടെ പിള്ളേർ ചെന്നേ പിന്നെ. അപ്പം ഒരു കാര്യം മറക്കരുത്, ഇത് സാത്താൻ്റെ നമ്മുടെ വീടിൻ്റെ പ്രശ്നമായിട്ട് നമ്മളിതിനെ ചിന്തിക്കരുത്. ഇൻഡിവിജ്വൽ ഇഷ്യൂ അല്ലിത്. ഇതൊരു കോപ്പറേറ്റീവായിട്ട് സാത്താൻ്റെ വലിയൊരു തന്ത്രം ഇതിൻ്റെ പിന്നിലുണ്ട്. ആരെ തകർക്കാൻ? സഭയെ തകർക്കാൻ. കുടുംബത്തെ തകർത്താൽ മതി. കുടുംബം തകർന്നാൽ പിള്ളേരുണ്ടാവുമോ? 40 വർഷം ആണ് ഒരു തലമുറ. മോസസിൻ്റെ 40 ഒരു ജനറേഷൻ എത്ര വർഷമാണ്? 40 വർഷത്തിൽ കുടുംബങ്ങൾ തകർന്നാൽ, മക്കളുണ്ടായില്ലെങ്കിൽ അടുത്ത 40-ൽ ആ ജനറേഷൻ കാണില്ല. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ തകർക്കാൻ അവർ കണ്ടെത്തിയ ഒരു തീരുമാനമുണ്ട്. ആരെ കൊല്ലണം? ആൺപിള്ളേരെ കൊല്ലണം. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഒരു കാലഘട്ടത്തിലാണ് ദൈവസഭ ഇന്ന് ജീവിക്കുന്നത്, മറന്നു പോകരുത്. ഇവിടെയാണ് നമ്മൾ ആരെ ക്ഷണിക്കണം? യേശുവിനെ ക്ഷണിക്കണം. യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കണം. ഞാൻ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുടുംബങ്ങൾ തകരുന്നതിൻ്റെ റീസണായിട്ട് കാണുന്നത്, ഒന്ന് എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. ഐ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനെന്നുള്ള ഒരു ചിന്ത ഉള്ളിടത്തോളം കാലം കുടുംബങ്ങളിൽ പ്രശ്നങ്ങളാണ്. ഈ ഞാൻ ഭയങ്കര തടസ്സമാണ്. ഞാനാണെല്ലാം, ഞാനാണെന്നുള്ള ചിന്ത, ഈ ഈഗോ ക്ലാഷ് ഭയങ്കര പ്രശ്നമാണ്. ഭർത്താവിന് ഈഗോ, ഭാര്യയ്ക്ക് ഈഗോ. ആർക്കാ ഇന്ന് ഈഗോ കുറവില്ലാത്ത? ഈഗോ തട്ടി പല്ലും വീഴും. രണ്ടാമത്തെ ഒരു വലിയ പ്രശ്നമാണ് മണി ടെസ്റ്റ്. ശ്രദ്ധിച്ച് കേൾക്കണേ. മണി ടെസ്റ്റ് ഒരു 10-20 വർഷം മുമ്പോ, 30 വർഷം മുമ്പോ, 40 വർഷം മുമ്പോ, അല്ലെങ്കിൽ പോട്ടെ ഞാൻ ഉൾപ്പെടെ എൻ്റെ പ്രായത്തിൽ ഇവിടെ ഇരിക്കുന്ന ഒരു 90% പേരും സ്കൂളിൽ ചെന്നപ്പോൾ വാട്ട് ഈസ് യുവർ മദർ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ എഴുതി എന്താ? മൈ മദർ ഈസ് എ, ഫോണറ്റിക്സ് ഒക്കെ അത്രയേ ഉള്ളൂ. മൈ മദർ ഈസ് എ ഹൗസ് വൈഫ് എന്ന് എഴുതിയവരൊന്ന് കൈവെക്കാമോ? എൻ്റെ അമ്മ ഹൗസ് വൈഫാണ്. ആണോ? അമ്മ ആരായിരുന്നു? വീട്ടിലെ ഹൗസ് വൈഫായിരുന്നു, അല്ലേ? ആരായിരുന്നു ബ്രെഡ് വിന്നർ? ഭക്ഷണം കൊണ്ടുവരുന്ന ആരായിരുന്നു? അച്ഛനായിരുന്നു. വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാണ്. അഥവാ പണത്തിൻ്റെ സോഴ്സ് ആരായിരുന്നു? അച്ഛനായിരുന്നു. അപ്പം വലിയ പ്രശ്നങ്ങളുണ്ടായില്ല. അമ്മ വീട് നോക്കി, അച്ഛൻ കാര്യങ്ങൾ നോക്കി. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ പിള്ളേർ നന്നായി. എന്താ കാര്യം ചോദിച്ചാൽ, അമ്മ വൈകിട്ടും രാവിലെയും പിള്ളേരെ ഇരുത്തി എന്ത് ചെയ്തു? പ്രാർത്ഥിപ്പിച്ചു. കുടുംബ പ്രാർത്ഥനയ്ക്ക് കൂടുതലും മുൻകൈ എടുത്തത് ആരാ? അമ്മയാണ്. അപ്പം ഒരു ചിട്ടവട്ടത്തിൽ കുടുംബങ്ങൾ പോയി. കാലം മുമ്പോട്ട് പോയപ്പോൾ അച്ഛനും അമ്മയും ജോലിക്കാരായപ്പോഴാണ് പലതും പ്രശ്നങ്ങളുണ്ടായത്. മണി ഭയങ്കര പ്രശ്നമാണ്. എൻ്റെ പൈസ, നിൻ്റെ പൈസ, എൻ്റെ പൈസ, നിൻ്റെ പൈസ. ഈ എളിയ ദാസൻ
വിദേശത്ത് ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്കായിട്ട് പോയി. ശ്രദ്ധിച്ച് ഞാൻ പറയുന്നത്, എനിക്ക് അതിനകത്ത് പറയുന്നതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ സ്ഥലം മാറ്റും, സമയം ആളെ മനസ്സിലാകാതെ പറയത്തുള്ളൂ. ആളാരെന്ന് പറയത്തില്ല. ആഫ്രിക്കയിൽ നടന്നത് അമേരിക്കയിൽ നടന്നതായിട്ട് പറയും, അമേരിക്കയിൽ നടന്നത് അന്റാർട്ടിക്കയിൽ നടന്നതായിട്ട് പറയും. പക്ഷെ ചില കാര്യങ്ങൾ പൊതുപ്രയോജനത്തിന് വേണ്ടി പറയും. എന്നെ ഒരു വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി. എൻ്റെ ഒരു സുഹൃത്ത്. തണുത്ത രാജ്യമാണ്, ഭയങ്കര തണുപ്പുള്ള സമയം. ഞാൻ അവിടെ ചെന്നപ്പോൾ ആ വീട്ടിൽ എന്നെ അങ്ങ് തണുക്കുക. അപ്പോൾ എന്നെ വല്ലാതെ തണുത്തു. അപ്പം ഞാൻ ചോദിച്ചു, ഹീറ്ററില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ ഹീറ്ററില്ലെന്ന് ചോദിച്ചപ്പം തമ്മി കണ്ണി നോക്കുക. എനിക്ക് പിടികിട്ടി. എന്നാ കാര്യം എന്നറിയാമോ? അവിടെ ഹീറ്റർ ഓരോ മാസം ടോപ്പപ്പ് ചെയ്യുന്നൊരു സംവിധാനമുള്ള ഒരു ഗ്രാമാന്തരീക്ഷമാണ്, പശ്ചാത്തല രാജ്യമാണ്. അപ്പോൾ അവിടെ കഴിഞ്ഞ മുമ്പത്തെ മാസം അയാളാണ് ചെയ്തത്. കഴിഞ്ഞ മാസം ഇവൾ ടോപ്പപ്പ് ചെയ്തു. അപ്പോൾ ഇത് അവൻ്റെ ടേണ, അവൻ ചെയ്തില്ല, അതുകൊണ്ട് അവളും ചെയ്തില്ല. എല്ലാം നിന്ന് വിറയ്ക്കുക. അപ്പം ഞാൻ ചോദിച്ചു, എന്നെ തണുക്കുന്നു. അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ ഇവരോട് സംസാരിച്ച് വന്നപ്പോൾ രണ്ടും കൂടെ തുടങ്ങി. പൈസയാണ്, ഞാനാണ് ഫുഡ് മേടിച്ചത്, ഇവനാണ് വാടക കൊടുത്തത്. മനസ്സിലായൊരു കാര്യമുണ്ട്. അവിടെ അപ്പൻ അറ്റാക്ക് വന്നപ്പോൾ ഇവൻ പൈസ അയപ്പിച്ചില്ല, അയാൾ ചത്തുപോയി. ഇവൻ്റെ അപ്പൻ അറ്റാക്ക് വന്നപ്പം അവൾ പൈസ അയപ്പിച്ചില്ല, അയാളും ചത്തു. രണ്ടപ്പന്മാരും ചത്തു. പൈസ പിള്ളേർ നിന്ന് വിറയ്ക്കുക. അപ്പം എനിക്കെൻ്റെ ഒന്നാമത്തെ കാര്യം എന്നെ വിറയ്ക്കുകയാണ്. അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ പതുക്കെ എഴുന്നേറ്റപ്പോൾ എന്നെ കൊണ്ടുപോയി എൻ്റെ ഒരു കസിനാണ്. അപ്പം ഞങ്ങളുടെ ചർച്ചിൻ്റെ പണി നടക്കുക. നമുക്കെന്നെ കള്ളം പറയാൻ. നമ്മളൊക്കെ അന്ന് വിദേശത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ ശുശ്രൂഷകരായ ഇന്ത്യക്കാരായ ആൾക്കാർക്ക് ഒരു ലക്ഷ്യമുണ്ട്. ശുശ്രൂഷ 1, 2 ശുശ്രൂഷ, 3 ശുശ്രൂഷ, 4 ഒരു സാമ്പത്തിക നന്മ. അത് എന്തിനു വേണ്ടിയാണ്? ഇന്ത്യയിലെ വേലയ്ക്ക് വേണ്ടി പൈസ വേണം. അപ്പം ഞങ്ങളുടെ ചർച്ച പണിയുക. അപ്പോൾ എന്നെ കൊണ്ടുപോയാണ് ചർച്ചിൻ്റെ പണിക്ക് വേണ്ടി തന്നെയാണ് എന്നെ കൊണ്ടുപോയത്. പുള്ളി എന്നെ ചൊറിഞ്ഞിട്ട് പറഞ്ഞു, ഇത് ശരിയാകുന്ന കേസ് കിട്ടണോ, നീ അവളെ സപ്പോർട്ട് ചെയ്യുക, അവിടെ കയ്യിലുള്ള പൈസ, അവളെ സപ്പോർട്ട് ചെയ്താൽ അവിടെ പൈസ തരോ. എന്നോട് പതുക്കെ ചെവി പറഞ്ഞു. ഞാൻ പതുക്കെ എഴുന്നേറ്റ് പറഞ്ഞു, ഇവിടെ പൈസ കൊണ്ട് ഹോള് പണിതാൽ ഹോൾ ഇടിഞ്ഞു പോവും. അത് വേറെ കാര്യം. നിങ്ങളൊക്കെ അറിയോ, ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞാൻ പ്രാർത്ഥിക്കും, കർത്താവെ ആവശ്യമില്ലാത്ത ഒരു പൈസ, അനാവശ്യമായ ദൈവികമല്ലാത്ത ഒറ്റ പൈസ വരരുതെന്ന് പ്രാർത്ഥിച്ച് വേണം സ്വോത്രാഴ്ച എടുക്കാൻ. കാരണം നന്മയല്ലാത്ത പൈസ വന്ന സാമ്പത്തികം ബന്ധിക്കപ്പെടും, സ്വോത്രാഴ്ച ബന്ധിക്കപ്പെടും, സഭ ബന്ധിക്കപ്പെടും. അതുകൊണ്ട് ദൈവഹിതമല്ലാത്ത, സന്തോഷത്തോടെ അല്ലാത്ത പണം വരരുതെന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ആണോ? സത്യമല്ല ദൈവദാസന്മാരെ? അതെ, അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് നിൻ്റെ പൈസ വേണ്ട. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിൻ്റെ അപ്പൻ ചത്തു, ഇവൻ്റെ അപ്പൻ ചത്തു, പിള്ളേർ വിറയ്ക്കുന്നു, എന്നെ വിറപ്പിച്ചു. നിന്നോട് കർത്താവ് ചോദിച്ചില്ലെങ്കിൽ ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, പക്ഷേ പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു, പന്നിയുടെ മുമ്പിൽ എന്ത് ഇടരുത്, മുത്തിടരുത്. ഞാൻ ചെരുപ്പിൻ്റെ പൊടി തപ്പിയിട്ട് അവിടെ നിന്ന് പോന്നു. ഞാൻ പോരുന്നതിന് മുമ്പ് ഒരു വാർത്ത കേട്ടു. രണ്ടും കൂടെ വഴക്ക് കൂടിയപ്പം, അവിടുത്തെ ഒരു രീതിയാണ്, സായിപ്പ് വഴക്ക് കൂടിയപ്പം പോലീസിനെ വിളിച്ചു. 911 പോലീസ് വന്നു, അവനെ ഡീപ്പോർട്ട് ചെയ്തു. പിള്ളേരെ പാകിസ്ഥാനികൾക്ക് വളക്കാൻ കൊടുത്തു. അവിടെ ഈ സോഷ്യൽ നടത്തുന്നവരുണ്ട്, അവർ കൊണ്ടുപോയി 18 വയസ്സ് വരെ അവർ വളർത്തും. എന്തോന്ന് പൈസ? അവൾ തന്നെ ഇപ്പോൾ ഹോസ്റ്റലിൽ താമസമുണ്ട്. ആരുടെ പൈസ? എന്ത് പൈസ? പൈസയുടെ പേരിലാണ് പലതും തട്ടുന്നത്. എൻ്റെ പൈസ, നിൻ്റെ പൈസ. പ്രിയരെ ഓർത്തോണം, പൈസ കൈ വന്നെങ്കിൽ ജോലി ചെയ്യാൻ ദൈവം ആരോഗ്യം തന്നുകൊണ്ടാണ്. 12 മണിക്കൂർ നിന്ന് ജോലി ചെയ്യണമെങ്കിൽ നടുവിന് ആരോഗ്യം പോയാൽ കിടക്കത്തല്ലേ ഉള്ളൂ. നിന്നെങ്കിൽ ദൈവകൃപ, അധ്വാനിച്ചെങ്കിൽ ദൈവകൃപ. പണത്തിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കരുത്. പണം ദൈവത്തിൻ്റെ ദാനമാണെങ്കിൽ അത് കൊണ്ടുവച്ച് എല്ലാവരും കൂടെ സ്തോത്രം ചെയ്യണം. എന്താ, ദൈവമേ തന്നല്ലോ. ഇന്നലകളിൽ വലഞ്ഞ ദിവസങ്ങളുണ്ട്. ഒരു നല്ല ആഹാരവും നല്ല വസ്ത്രവും കൊതിച്ചപ്പോൾ തമ്പുരാൻ തന്ന നന്മ സ്തോത്രത്തോട് അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ പോലെ അരിഷ്ടന്റെ ലോകത്ത് വേറെ ആരാ? കരമുയർത്തി ദൈവമേ നന്ദി പറഞ്ഞേ. പണത്തിൻ്റെ പേര് വഴക്കുണ്ടാക്കല്ലേ മക്കളെ, പണത്തിൻ്റെ പേര് വഴക്കുണ്ടാക്കരുത്. വളരെ കൃത്യമായിട്ട് പറയട്ടെ, പണത്തിൻ്റെ പേരിൽ എന്തുണ്ടാക്കരുത്? വഴക്കുണ്ടാക്കരുത്. രണ്ടാമത്തെ ഒരു ടെസ്റ്റാണ് മണി ടെസ്റ്റും ഐ ടെസ്റ്റും. ഐ എന്താ? ഞാനെന്ന ടെസ്റ്റ്. ഞാനില്ല കുടുംബത്തിൽ, പിന്നെ ആരേ ഉള്ളൂ? നമ്മളേ ഉള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നൊരു വാക്ക്, ഞാനോ കുറയണം, അവനോ എന്തു ചെയ്യണം? വളരണം. കുടുംബത്തിൽ ഞാനില്ല, പിന്നെ നമ്മളേ ഉള്ളൂ. ഈഗോ ക്ലാഷ് അല്ല കുടുംബം. ഈഗോ വർക്ക് ചെയ്യേണ്ടതല്ല കുടുംബം. ആണോ? അല്ല. ഈഗോ കെട്ടിട്ടുണ്ടോ?
പഴയ ആശ്രമന്മാർ എൻ്റെ അപ്പം പറയുന്നൊരു കഥയായിരുന്നു. കല്യാണം കഴിഞ്ഞ് കുട്ടനാട്ടിൽ കൂടെ പോവുക 2 പേര്, ഭാര്യയും ഭർത്താവും. അപ്പം കുട്ടനാട്ടിൽ ഇങ്ങനെ കൊയ്ത്ത് കിടക്കുന്ന കണ്ടപ്പം പരിഷ്കാരി പെണ്ണ് പറഞ്ഞു, ഇത് കത്രിക കൊണ്ട് ഇങ്ങനെ ചെടി വെട്ടുന്ന പോലെ കത്രിക കൊണ്ടാണ് കൊയ്തത്. അയാൾ കുട്ടനാട്ടുകാരൻ. അയാൾ പറഞ്ഞ്, പൊട്ടി മിണ്ടരുത്, ഇത് കത്രികയല്ല, ഒന്നാന്തരം അരിവാളാണ്. അവൾ പറഞ്ഞ, അല്ല കത്രികയ്ക്കാ. രണ്ടും കൂടെ വഴക്ക് പറഞ്ഞ് അയാളൊരു തട്ടിൽ തെള്ളു വെച്ച് കൊടുത്ത് ഇവൾ വെള്ളത്തിൽ പോയി. വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നപ്പോൾ അവൾ കാണിച്ചെന്ന്, എന്താ കത്രിക, ഏതാ മുങ്ങിച്ചാകുമ്പോൾ അവൾ കാണിച്ചെന്ന്, എന്താ കത്രിക. വാശി, ഈഗോ. വാശി അല്ല, കുടുംബത്തിനകത്ത് വാശി വർക്ക് ചെയ്തോ ദുഷ്ടം കയറും. അതിനകത്തൂടെ പിശാചുകൾ, നമ്മുടെ സ്വഭാവത്തേലാണ് ദുഷ്ടം കയറുന്നത്. പിശാചിന് കയറാൻ വഴി വെട്ടി കൊടുക്കരുത്, വഴി വെച്ച് കൊടുക്കരുത്, വഴി വെട്ടിയിടരുത്. വാശിയിലൂടെ പിണക്കത്തിലൂടെ പിശാച് കയറി വർക്കൗട്ട് ചെയ്യും. പെതുക്കെ പിന്നെ ഇറങ്ങിപ്പോകാൻ പാടാ. നോക്കണം, ഈഗോ 2 മണി. മൂന്നാമത്തെ ഒരു കാര്യമാണ് അബദ്ധസഞ്ചാരങ്ങൾ. വളരെ കൃത്യമായിട്ട് ഇന്ന് കാണുന്ന കാര്യമാണ്. കുടുംബത്തിനകത്തെ പരിശുദ്ധികൾ കുറഞ്ഞു. എന്താ കാര്യം എന്നറിയാമോ? പരപുരുഷ പരസ്ത്രീ ബന്ധങ്ങൾക്കുള്ള വഴികൾ കൂടി. കാരണം എല്ലാവരും വർക്ക് ചെയ്യുന്ന എല്ലാവരുടെ കയ്യിലും സോഷ്യൽ മീഡിയ ഭയങ്കര ഇൻഫ്ലുവൻസാണ്. അത് അപകടങ്ങൾ വരുത്തും. അതിനൊരു വലിയ തെളിവ് വേദപുസ്തകത്തിലുണ്ട്. ദാവീദ് തൻ്റെ പ്രിയപ്പെട്ട സേനാനായകൻ ഊരിയാവ് യുദ്ധത്തിന് പോയിരിക്കുക. യുദ്ധത്തിന് പോയപ്പം കുട്ടിയിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവൻ വൈകുന്നേരത്ത് കയറിയേക്കുക. എവിടാ? മാളികപ്പുറത്ത് ഉലാവാൻ. കണ്ടു, ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തി ശയിച്ചു. തീർന്നില്ല, അടുത്തത് കൊലപാതകം. ആരെ കൊന്നു? ഊരിയാവിനെ. എന്തിനാ ഊരിയാവിനെ വരുത്തിയേ? ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം സൂത്രത്തിൽ അവൻ്റെ തലയെ കെട്ടിവെക്കാൻ അവനെ വീട്ടിൽ വിടാൻ നോക്കി. അവൻ പറഞ്ഞു, പോത്തില്ല. ജനം അവിടെ കിടക്കുക. കിടന്നു വാതുക്കൽ, കൊന്നു അവനെ. അവനുള്ള ഡെത്ത് വാറന്റ് ആരുടെ കയ്യിലാണ് കൊടുത്തു വിട്ടത്? അവൻ്റെ കയ്യിൽ തന്നെ. തുറന്നു നോക്കിയില്ല പാവം. ഞാനാണെങ്കിൽ തൻ്റെ ഇങ്ങനെ നോക്കിയാനെ, ഇല്ലെൻ്റെ ഇങ്ങനെ. നിങ്ങൾ നോക്കത്തില്ലേ? ഊരിയാവ് നോക്കിയോ? ഇല്ല. രാജകൽപ്പന നോക്കിയില്ല. വിശ്വസ്തൻ അവനെയാ കൊന്നേ. അപ്പം കാഷ്വലായിട്ട് എടുത്തു. ഉവൻ മരിച്ചു എന്ന് വാർത്ത പറഞ്ഞപ്പം പറഞ്ഞു, വാൾ അങ്ങും ഇങ്ങും എന്ത് കൊയ്യും? നാശം കൊയ്യും. 2 കാഷ്വലി എടുത്തു. കാഷ്വലി. അപ്പോഴാണ് നാഥാം പ്രവാചകൻ വരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ. നാഥാം പ്രവാചകൻ വായിച്ചേ. 2 ശമൂവേലിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രവാചകൻ വരിക. എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ, അസ്വസ്ഥപ്പെടുത്തിയ ഒരു ചിന്തയാണ്. 12-ാം അധ്യായം. അനന്തരം യഹോവ നാഥാനെ ദാവീദിന്റെ അടുക്കൽ അയച്ചു. അനന്തരം യഹോവ നാഥാനെ ദാവീദിന്റെ അടുക്കൽ അയച്ചു. അവൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞത്, ഒരു പട്ടണത്തിൽ 2 പുരുഷന്മാരുണ്ടായിരുന്നു. ഒരുത്തൻ ധനവാൻ, മറ്റവൻ ദരിദ്രൻ. ധനവാന് ആടുമാടുകൾ അനവധി ഉണ്ടായിരുന്നു. ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങി വളർത്തിയ ഒരു പെൺകുഞ്ഞാടല്ലാതെ നാഥാം പ്രവാചകൻ പറയുന്ന വാക്ക് കണ്ടോ? ഒരാൾക്ക് ഒത്തിരി ആടുണ്ടായിരുന്നു, പക്ഷെ ഒരുത്തനോ ദരിദ്രനോ അവന് ഒറ്റയാളെ ഉള്ളൂ, പെൺകുഞ്ഞാടല്ലാതെ. അത് അവന്റെ അടുക്കലും അവന്റെ മക്കളുടെ അടുക്കലും വളർന്നു വന്നു. അയ്യോ, ഇതുപോലൊരു ഭർത്താവ്. അവൻ തിന്നുന്നതിന് എന്തു കൊടുക്കും? ഓഹരി കൊടുക്കും. പഴയ ഒരു അപ്പന്മാരുടെ കാരണവന്മാരുടെ സ്റ്റൈലാണ് അത്. പണ്ടത്തെ കാരണവന്മാർ, പണ്ടല്ല, ഒരു തലമുറയ്ക്ക് മുമ്പ് വരെ കാരണവന്മാർ ചെയ്യുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ കാരണവന്മാരൊക്കെ അമ്മമാർ ഭക്ഷണം കൊടുക്കുമ്പോൾ പിള്ളേർക്കറിയത്തില്ല. അവർ ഈ വാട്സപ്പിൽ വെച്ചിട്ട് അവരാവശ്യത്തിന് വിളമ്പിയെടുക്കുകയല്ല. കാരണവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അമ്മയെ വിളമ്പി കൊടുക്കുക. എങ്ങനെ വിളമ്പും? നിറച്ച് തവിക്കണ കൊണ്ട് കുത്തി അമക്കി വിളമ്പും. ഈ അപ്പം ഒരു കാര്യം ചെയ്യും, അപ്പം പകുതി നിന്നിട്ട് അരിഞ്ഞ് വെച്ചതുപോലെ വൃത്തിയാക്കി, അടിച്ചു പൊളിച്ച് വെക്കത്തില്ല, വൃത്തിയാക്കി പകുതി ആർക്ക് വെക്കും? അമ്മയ്ക്ക്. അങ്ങനെ ഒരുത്തനായിരുന്നു ഈ ഊരിയാവ്. അവൾ തിന്നുന്നതിൽ പകുതി വെക്കും. ഞാൻ റീസെൻ്റായിട്ട് ഒരു അപ്പച്ചൻ മരിച്ചപ്പോൾ അമ്മച്ചി കരയുക, ഇനി എനിക്ക് ആരാ പകുതി വെക്കുന്നതെന്ന്. ഇപ്പം 1 വർഷം മുമ്പ് ഇന്നുകൊണ്ട് അങ്ങനെയുള്ളവർ അതെന്തിനാന്ന് ചോദിച്ചാൽ, ഈ പിള്ളേർക്കെല്ലാം കൂടെ കൊടുത്തു കഴിയുമ്പോൾ ഇവർക്ക് കഴിക്കാൻ കാണത്തില്ല. അതിന് കാരണവർ പകുതി ഭക്ഷണം ആർക്ക് വെക്കും? അവൾക്ക്. അവൾ അതിനകത്ത് അവിടെ അധികാരമാണ്. അതാ കോവിഡിൻ്റെ പ്രോട്ടോക്കോളൊന്നും ഇല്ല, അതിൻ്റെ പകുതി അവൾ കഴിക്കും. ഇത് മാത്രമല്ല, കുടിക്കുന്നതിൻ്റെ കാപ്പി വരെ പകുതി കൊടുക്കും. അവൾ കഴിച്ചിട്ട് പകുതി വെക്കുന്ന ഊരിയാവ്, കുടിച്ചിട്ട് പകുതി വെക്കുന്ന ഊരിയാവ്. അതിലും വലിയൊരു കാര്യമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അവളെ എടുത്ത് മടി വെക്കുമായിരുന്നു. അങ്ങനെയാ പ്രവാചകൻ ഇത് കാണുക. അവൾ അവൻ്റെ എവിടെ വളർന്നു? മടിയിൽ, അല്ലേ?
മടി കിടക്ക്. അപ്പം ഈ പാവം ഇടയ്ക്കിടയ്ക്ക് ഭാര്യയെ മടി വരെ വെക്കുന്ന ഒരു പാവം അവൾ അവന് മകളെ പോലായിരുന്നു. അത്ര പിതൃവാത്സല്യത്തോടെ നടത്തിയ ഒരുത്തനെയാണ് ആര് കൊന്നത്? ദാവീദ് കൊന്നത്. അപ്പം ദാവീദിൻ്റെ കോപം ജ്വലിച്ചു. ദാവീദ് പറഞ്ഞു, എത്ര പിള്ളേർ കൊല്ലണം, അവൻ എത്ര പകരം കൊടുക്കണം? 6-ാം വാക്യം, 4 ഇരട്ടി എന്തോ കൊടുക്കണം, പകരം കൊടുക്കണം. ശ്രദ്ധിച്ചേ, എത്ര ഇരട്ടി? 4 ഇരട്ടി കൊടുക്കണമെന്ന് പറഞ്ഞു. എത്ര പിള്ളേർ ചത്തു? ഓർത്തു, ദാവീദ് ജീവിച്ചിരിക്കുമ്പോൾ എത്ര എണ്ണം ചത്തെന്നറിയാമോ? 1. ഈ കുഞ്ഞ് എന്ത് ചെയ്തു പോയി? മരിച്ചുപോയി. പോയോ? 2. ഈ കാണുന്നുണ്ട്, ആർക്കാ? അമ്നോന്. അവൻ്റെ പെങ്ങളോട് കാമം തോന്നി. അമ്നോനെ ആര് കൊന്നു? അബ്ശാലോം കൊന്നു. ഇനി അബ്ശാലോം അനെ ആര് കൊന്നു? യോവാശ്. അവർ കൊന്നു, അടിച്ചു കൊന്നു. തല തൂങ്ങിപ്പോയി. അവനെ കുന്തം കൊണ്ട് കുത്തി അടിച്ചു കൊന്നു. ഇനി വേറൊരുത്തനെ ശലോമോൻ കൊല്ലുന്നുണ്ട്. അവൻ ജീവിച്ചിരിക്കുമ്പോൾ എത്ര മക്കൾ കൊല്ലപ്പെട്ടു? 4 മക്കൾ. എത്ര ഇരട്ടി പകരം? 4 ഇരട്ടി. കണ്ടോ ദൈവത്തിൻ്റെ തീഷ്ണത? ദൈവത്തിൻ്റെ തീഷ്ണത പറക്കരുത്. ദാമ്പത്യ വിശ്വസ്തത കുറയുന്നിടത്ത് ദൈവത്തിൻ്റെ മഹാകോപം ജ്വലിക്കും. ദാമ്പത്യ വിശ്വസ്തത കുറയുന്നിടത്ത് ദൈവത്തിൻ്റെ മഹാകോപം ജ്വലിക്കും. അപ്പോൾ 1-ാമത്തെ ടെസ്റ്റാണ് ഈഗോ, 2-ാമത്തെ ഒരു ടെസ്റ്റാണ് മണി, 3-ാമത്തെ ഒരു ടെസ്റ്റാണ് സെക്ഷുവൽ ടെസ്റ്റ്. പ്രിയരെ, വിശ്വസ്തരെ കൊണ്ടുപോകാൻ എൻ്റെ കർത്താവ് വരുന്നത്. വിശ്വസ്തരെ. റാന്നിയിലാണെന്ന് തോന്നുന്നു, ഒരു മൗലവി പ്രസംഗിച്ചത് കേട്ട ഒരു സുഹൃത്ത് എന്നോടൊന്ന് പറഞ്ഞു, അന്ത്യവിധിയെക്കുറിച്ച്. ക്രിസ്തീയ പ്രഭാഷകനല്ല, ഇസ്ലാം മതപുരോഹിതൻ പ്രസംഗിച്ചൊരു പ്രഭാഷണം വിശ്വസ്തതയെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു ഉദാഹരണം പറഞ്ഞെന്ന്. ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോപ്പ് നട്ടു വളർത്തി. മുന്തിരിത്തോപ്പ് അത് നോക്കാൻ ഒരു കാര്യസ്ഥനെ ആക്കി. കാര്യസ്ഥനെല്ലാം ചെയ്യുക. വർഷങ്ങൾ കഴിഞ്ഞ് ഉടമസ്ഥൻ വന്നു. നല്ല മുന്തിരിത്തോപ്പിൻ്റെ മുമ്പിൽ ഒരു കസേരയൊക്കെ ഇട്ട് കണ്ടു. കാര്യസ്ഥനോട് പറഞ്ഞ്, പോയി നല്ല മുന്തിരിങ്ങ പറിച്ചുകൊണ്ട് വാ. അയാൾ പോയി കുറച്ച് മുന്തിരിങ്ങ കൊടുത്തു. കഴിച്ചപ്പം പുളിച്ചു. ഉടമസ്ഥന് ദേഷ്യം വന്നു. കാര്യസ്ഥനെ അടിച്ചു. ഇത്രയും നാളും എൻ്റെ തോട്ടം നോക്കിയിട്ട് നല്ലൊരു മുന്തിരിങ്ങ കൊണ്ടൊരു അറിയത്തിലിടം ചോദിച്ചുകൊണ്ട് അടിച്ചു. യജമാൻ്റെ കോപം അടങ്ങിയപ്പം കാര്യസ്ഥൻ പറഞ്ഞത്, യജമാനെ അങ്ങനെ നോക്കാൻ ഏൽപ്പിച്ചു, ഞാൻ എല്ലാം ചെയ്തു, പക്ഷേ ഇന്ന് വരെ ഒരെണ്ണം രുചിച്ച് നോക്കിയിട്ടില്ല. വിശ്വസ്തത കണ്ടോ? ദൈവം ആഗ്രഹിക്കുന്ന വിശ്വസ്തരെ നോക്കാനാ. പ്രിയരെ, മറക്കരുത് ജീവിതത്തിൻ്റെ വിശ്വസ്തത. ഇത് തകരുമ്പോൾ കുടുംബം തകരും. പണം വന്നപ്പം കുടുംബം സത്യസന്ധമായിട്ട് നോക്കിയേ. നിങ്ങൾ നിഷേധിക്കരുത് എന്നെ, യാഥാർത്ഥ്യത്തെ. പണം കൂടിയവരുടെ ഇടയിലാണോ കുടുംബ പ്രശ്നം കൂടുതൽ? പണം കുറഞ്ഞവരുടെ ഇടയിലാണോ? പറഞ്ഞു, ആരുടെ ഇടയിലാണ്? പണം കുറഞ്ഞവരുടെ. വിദ്യാഭ്യാസം കൂടിയവരുടെ ഇടയിലാണോ വിദ്യാഭ്യാസം കുറഞ്ഞവരുടെ ഇടയിലാണോ? കൂടിയവരുടെ ഇടയിലാണ്. 8-ാം ക്ലാസ്സിൽ തോറ്റ ചേച്ചി, 7-ാം ക്ലാസ്സിൽ തോറ്റ അച്ചായന് ടാപ്പിങ്, ചേച്ചി വീടുകളിൽ പണിക്ക് പോവുക. ഡിവോഴ്സ് ചെയ്തോ? ഇല്ല. എന്താ ചെയ്യാഞ്ഞെന്നറിയാമോ? പ്രശ്നമുണ്ടായി. വക്കീലിൻ്റെ അടുക്ക ചെന്നു. അയാൾ പറഞ്ഞു, ഇപ്പം ചെയ്തേക്കാം, എല്ലാം റെഡി, കൊണ്ടുപോവാ. ആദ്യത്തെ ഗഡു 25,000. അവൾ പറഞ്ഞു 250 രൂപ മതിയോ? പാവത്തിൻ്റെ കൈ അതുള്ളൂ. അയാൾ പറഞ്ഞു, അല്ല 25,000. ഒരു കാര്യം ചെയ്യും, ഒരു 15,000 കൊണ്ടുവരണം. അവൾക്ക് 15,000 എവിടെ നിന്ന് കിട്ടാനാ? ഇതിനിടയ്ക്ക് അവളവിടെ വീട്ടിൽ പിണങ്ങി വന്ന് നിൽക്കുക. അപ്പോൾ അവിടെ നാത്തൂനുമായിട്ട് വഴക്കുണ്ടായി. ആര്? അവിടെ നാത്തൂനുണ്ടല്ലോ, അവിടെ ആംഗ്ലയുടെ ഭാര്യ. അപ്പോൾ ഇവള് പറഞ്ഞു, പോടി, നിൻ്റെ നിന്ന വെള്ളത്തെക്കാട്ടി നല്ലത് എൻ്റെ കെട്ടിയവൻ്റെ കഞ്ഞിവെള്ളമാണ്, പോയി അവൻ്റെ അടുക്ക്. അപ്പം വന്ന് കൊണ്ടുപോവാ. അവൻ പറഞ്ഞു, തന്നെ പോയത് എങ്ങനെ വരണം? തന്നെ വരണം. അവസാനം ആങ്ങളെ കൊണ്ടുവിട്ടു. അവനാരെ മോൻ. ആ ദിവസങ്ങളിൽ തന്നെ അവൾ ഗർഭിണിയായി, ഒരു കൊച്ചായി. ഇപ്പോൾ അവൾ പറയുക, കൊച്ചിനെ ഓർത്ത് ഞാനങ്ങ് സഹിക്കുക. അതിനിടയ്ക്ക് 2ാമത്തെ കൊച്ചായി. ഇപ്പോൾ ഓർത്ത് കൊച്ചുങ്ങളെ ഓർത്ത് എന്ത് ചെയ്യുക? സഹിക്കുക. ഇപ്പോൾ അവൾ പറയുന്നു, കൊച്ചുങ്ങളുടെ പിള്ളേർ അപ്പനെ വേണ്ടേ കൊച്ചുങ്ങൾക്ക്, അതുകൊണ്ട് അങ്ങ് സഹിക്കുക. പോയോ? ഇല്ല. പോയത് എവിടാ? പണം. പണം പണം ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടെങ്കിൽ, പണം അഹങ്കാരിയാക്കുമെങ്കിൽ, പണം ഈഗോ വർദ്ധിക്കുമെങ്കിൽ പറയാൻ കഴിയണം പണം വേണ്ടാന്ന്. പ്രിയരെ, അഹങ്കാരം പറയല്ല, എളിമപ്പെട്ട് എളിയവൻ പറയട്ടെ. ഞാൻ മിക്കപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, മാന്യത, ഉയർച്ച എന്നെ അഹങ്കാരിയാക്കുമെങ്കിൽ എനിക്ക് ഒന്നും വേണ്ട. ഞാനൊരു സഭയുടെ പാസ്റ്ററായി ആരും അറിയാതെ ജീവിച്ചോളാം. പണം എന്നെ അഹങ്കാരിയാക്കുമെന്ന് അങ്ങേക്കറിയാമെങ്കിൽ എനിക്ക് പണം വേണ്ട. പണം അഹങ്കാരിയാക്കി തമ്പുരാൻ്റെ എതിർപ്പ് മേടിക്കുന്നതിനും നല്ലതല്ലേ ഒരു പണവുമില്ലാതെ താണ് ദൈവസന്ധിയിരിക്കുന്നേ? കരമടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദൈവം തന്ന നന്മകൾക്ക് നന്ദി പറയണേ. നന്ദി പറഞ്ഞ് തീരാൻ. അല്ലാതെ ഈ ജീവിതം എന്തിന്? അപദാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങൾ എന്തിനു നാഥ? ഈ ജീവിതം എന്തിനു നാഥ?
പുലരിയിൽ പൂമാനം പാടി ഉണർത്തുന്ന ആ പക്ഷികൾ ഒരുമിച്ച് നമുക്ക് പാടണം. ദൈവമേ, അങ്ങയുടെ അവദാനങ്ങൾ. കരങ്ങൾ ഉയർത്തി അല്പസമയം ദൈവത്തെ സ്തുതിച്ചേ. എല്ലാം ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. ദൈവത്തിൻ്റെ സന്ധ്യ ആവോളം ഉയർത്തിപ്പിടിച്ചേ. കർത്താവിനോട് പറ, കർത്താവേ, ഞാൻ വഴക്കടിച്ചിട്ടുണ്ട്, അഹങ്കരിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബത്തെ ഒന്ന് സെറ്റാക്കണം, എൻ്റെ മക്കളുടെ ജീവിതത്തെ ഒന്ന് സെറ്റാക്കണം. കിളയിൽ കിടക്കുക, ആ ടൈലൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ടിക്കോ എന്ന് കേൾക്കുന്ന പോലെ ദൈവമേ, സെറ്റാകാൻ സമയം കൊടുക്കുന്നതിന് മുമ്പ് കയറി ഓടി നടന്നുകൊണ്ടാ ഒരിളക്കം. ഒന്ന് റിപ്പയർ ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ടവരെ അമറി കരയണം. കത്തുദാസന്മാരായ ഞാൻ ഒരു നിലവിളിയോടെ പറയട്ടെ, അമറി കരഞ്ഞേ ഒക്കത്തുള്ളൂ. ദൈവമേ, കുടുംബങ്ങൾ ദുഷ്ടപിശാച് ഊടാടി നടക്കുക. ഇൻഡിവിജ്വൽ ഇഷ്യൂസായിട്ടല്ല ഇതിനെ കാണേണ്ടത്, ഒരു വലിയ ടാർഗറ്റ് ഇട്ട് പ്രവർത്തിക്കുക. ഇവിടെയാണ് സഭ ഉണർന്ന് കരയേണ്ടത്. സിയോമ്പുത്തുള്ള മതിലേ നീ ഓലയോല കരയുക. ഭീതിയുടെ തലയ്ക്കൽ തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. രാത്രിയിൽ യാമാരംഭങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. ദൈവമേ, പണത്തിൻ്റെ പേരിൽ വഴക്കടിക്കരുത് അപ്പാ, വഴക്കടിക്കരുത്. ഉയർച്ചയല്ല ആവശ്യം, ആഡംബരമല്ല സമാധാനം. അവിശ്വസ്തതകൾ ജീവിതത്തിൽ ഉണ്ടാകല്ല. മനസ്സുകൊണ്ട് പോലും അവിശ്വസ്തതകൾ ഉണ്ടാകാതിരിക്കാൻ ദൈവസന്ധി പ്രാർത്ഥിക്കണേ. സ്വോത്രം. ഇതിനൊറ്റ വഴിയേ ഉള്ളൂ. യേശുവിനെ വിളിച്ചേ. എവിടെയോ തണുത്തു പോകുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക് അങ്ങയുടെ കൃപയുടെ ചൈതന്യത്തെ അയക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയണം. സ്തോത്രം. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, എളിയവരെ, ലൈവിലൂടെ ശ്രദ്ധിക്കുന്നവരെ, ഈ വലിയ ഒരു മഹാവിപത്തിനെ കണ്ടിട്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല. ഉണർന്ന് പ്രാർത്ഥിക്കണം. ഈ സംഭവിക്കാനുള്ളത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ, നമ്മുടെ തലമുറകളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ. പ്രശ്നം വരുന്നതിന് മുമ്പ് ആരും സേഫ് അല്ല. നോബഡി ഈസ് സേഫ്, നോ ഫാമിലി ഈസ് സേഫ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ പോകുക. എല്ലാവരും പ്രാർത്ഥിച്ചേ. നടക്കാൻ പോകുന്ന വിവാഹങ്ങൾ, നടക്കാൻ പോകുന്ന കുടുംബ ബന്ധങ്ങൾ, ജനിക്കാൻ പോകുന്ന മക്കൾ, കർത്താവേ, പ്രാർത്ഥിച്ച് സീരിയസ് ആയിട്ട് പ്രാർത്ഥിച്ച്. ശകന രഗജ റിബന രഗന 350 ടൈംസ് കൂടിയ 5 വർഷത്തിൻ്റെ ഒരു കണക്ക് കേട്ടപ്പോൾ അങ്കാക്കലി പൊട്ടിപ്പോയി അണ്ടിയൻ്റെ. ഞാൻ ഞെട്ടി. തമ്പുരാനെ, എത്ര ഗൗരവമായ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പിതാക്കന്മാർ ശുശ്രൂഷേൻ്റെ ഇരട്ടി വെല്ലുവിളിയാ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. സ്വോത്രം. ശബന റിഗജ രബന ഹദന റിഗജ രഗന രഗന രഗജ റിഗന ശഗന ദിഗന രഗജ അത്തന ജാനകൻ എന്തന ശക്കര റിക്കര രഗന രഗജ രഗന രഗജ രഗന രഗല റിഗജ രബന. സ്വോത്രം. ഉഡാബാര ശംദ രാജ റൈഡ ബാല അന്തൽ ഘടകം ദിഗനം അത്തര ജാനക രംഗം ദിഗജം രഗജം ദിഗനം ശകനം ദിഗനം രഗജം ദാരം ധേരം അത്തൽ കാലം ദിക്കത്തേനം രഗജം ദാരം ദിഗനം ധേരം 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 ധൈരം ബവുടം. ഒരു വലിയ ക്രൈ ഉയരണം, വലിയ ഒരു നിലവിളി. ലോകത്തെ കാണണം, സാഹചര്യത്തെ കാണണം. We have to understand the reality of the society and the strategical approach of the Satan to destroy the God institution family. Family തകർന്നാൽ ചർച്ച തകരും. യേശു വരിക അല്ലാതെ വേറെ ഒരു വഴിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കും. അർത്ഥം തണുത്തുറഞ്ഞതിനെ, ഗുണമില്ലാത്തതിനെ, മണമില്ലാത്തതിനെ, നിറമില്ലാത്തതിനെ
രൂപഭംഗിയും ആ നിറവും ഗുണവും ഒക്കെ ഉള്ളതാക്കി മാറ്റാൻ കഴിയുന്ന ഒരാളേ ഉള്ളൂ, യേശു. സ്വോത്രം 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 സ്വോത്രം. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ, എളിയവരുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ സഭകളുടെ കുടുംബങ്ങളെ, ദേശത്തെ കുടുംബങ്ങളെ, ക്രൈസ്തവ കുടുംബങ്ങളെ, വിശ്വാസ കുടുംബങ്ങളെ, സ്വോത്രം 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 സ്വോത്രം. രാജ 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 റീഖ രാജ റൈഡ രാജ ശബ്ദ രാജ രഗജ രാജ. അപ്പ 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 എൻ്റെ അപ്പ എൻ്റെ അപ്പ എൻ്റെ അപ്പ. ഞങ്ങൾ കർത്താവെ വിനയപ്പെടുന്നു, ഞങ്ങൾ വണങ്ങുന്നു, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു, അങ്ങയുടെ സന്നിധിയിൽ വീണ് കിടക്കുന്ന കർത്താവേ. മറക്കരുത്, കാനായിലേക്ക് യേശു വരികയാ, കാനായിലേക്ക് യേശു വരികയാ. അതുകൊണ്ടാണ് അത് അടയാളങ്ങളുടെ എന്തായിട്ട് ചെയ്തു? ആരംഭമായിട്ട് ചെയ്തു. അർത്ഥം, അന്ന് തുടങ്ങിയത് ഇന്നും നിലയ്ക്കാത്തതായി ദൈവം തുടരുകയാണ്. ഇന്നും യേശു വരും, ഇന്നും തുടരുന്ന 2024 തുടരുന്ന അത്ഭുതം അവിടെ തുടങ്ങിയതാ. വിളിച്ചാൽ വരുന്ന ദൈവം, അത്ഭുതത്തെ ചെയ്യുന്ന കർത്താവ്. ഓ എൻ്റെ കർത്താവേ, പണിയണമേ. എവിടെയൊക്കെയോ ഈ ലൈവിലൂടെ ഇത് എപ്പോഴെങ്കിലും കേൾക്കുന്നവർ കുടുംബങ്ങൾ തകരുന്നിടത്തേക്ക് യേശു വരട്ടെ, അകന്ന ബന്ധങ്ങളിലേക്ക് യേശു വരട്ടെ, തണുത്തുറഞ്ഞ ബന്ധങ്ങളിലേക്ക് യേശു വരട്ടെ, പിരിയാൻ വെമ്പുന്നവരിലേക്ക് യേശു വരട്ടെ, ഒരു വീടിനകത്ത് പിരിഞ്ഞതുപോലെ താമസിക്കുന്നവരിലേക്ക് യേശു വരട്ടെ, മനസ്സുകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്നവരെ ഒരുമിപ്പിക്കുന്ന, അവരുടെ ജീവിതത്തിൻ്റെ നഷ്ടപ്പെട്ട ആ ഉണ്മയെ തിരിച്ചു കൊടുക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ യേശു നാമത്തിൽ. റിഗ രഗ ധന ശകന രഗജ. താവേ, ഇനി നടക്കാൻ പോകുന്ന വിവാഹങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് സെറ്റാകാൻ യേശു വരണം. എല്ലാത്തിനും അപ്പുറത്ത്, എല്ലാ അറേഞ്ച്മെന്റ് അപ്പുറത്ത് ദൈവം വന്നണമേ. അവർ യേശുവിനെ ക്ഷണിച്ചു. ഒന്നാമത്തെ വീട്, അത്ഭുതം. യേശു സന്ദർശിച്ച ആദ്യത്തെ വീട് നമ്മൾ കണ്ടു. ഏത് വീടാ? കാനായിലെ വീട്. ഇനി രണ്ടാമത് ഒരു വീട് നമുക്കൊന്ന് നോക്കിക്കൊണ്ട് ചിന്തകളെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാമത് അധ്യായത്തിലെ ഒരു വീടാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാമത് അധ്യായത്തിലെ ഒരു ഭവനം. തുറന്നേ എളിയവരോടൊപ്പം ലൂക്കോസ് 8. ഈ 8-ാമത്തെ അധ്യായത്തിൽ പ്രിയമുള്ളവരെ, ഒരു പള്ളിപ്രമാണിയുടെ വീടാണ്. ഈ പള്ളിപ്രമാണി യേശുവിൻ്റെ അടുക്കൽ വന്നായിട്ട് കാണുന്നു. 8-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം 41. അപ്പോൾ പള്ളിപ്രമാണിയായ ലൂക്കോസ് 8:41. യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവരെല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ, പള്ളിപ്രമാണിയായ യായിറോസ് ആരെടുക്കൽ വന്നു? യേശുവിന്റെ അടുക്കൽ കാൽക്ക് വന്നിട്ട് പറഞ്ഞു, യേശുവേ, ഏകദേശം 12 വയസ്സ് ഏകജാതിയായ ഒരു മകൾ ഉണ്ടായിരുന്നു. കാൽക്കൽ വീണിരിക്കുന്നു. ഇവിടെ ഒരാള്. ആരാത്? പള്ളിപ്രമാണി യേശുവിൻ്റെ അടുക്കൽ വന്നു, കാൽക്കൽ വീണു. പ്രിയരെ, പ്രമാണിയാണ്. പക്ഷെ പ്രമാണിയാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. കൊച്ചിയാകാൻ പോവുക. കൊച്ചിനെ തൊട്ടപ്പോൾ അപ്പൻ്റെ മട്ട് മാറി, പ്രമാണിത്വമൊക്കെ മാറി. പല്ല് ഈ പ്രമാണിത്വം വെക്കൊണ്ടിരിക്കുന്നുണ്ട് യേശുവിൻ്റെ അടുക്കൽ പോകാത്ത. ഒരു വലിയ പ്രശ്നത്തിൽ കൂടെ പോകുന്ന ഒരു വീട്. വലിയ പ്രശ്നമാണ്, ശരിക്കും പ്രശ്നമാണ്. ആ പ്രശ്നം കുഴങ്ങി മറിഞ്ഞൊരു പ്രശ്നമാണ്. ഊരാൻ ദൈവത്തിനല്ലാതെ വേറെ ആർക്കും കഴിയില്ല. ആ സഹോദരൻ്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോഴാണ് അദ്ദേഹം എന്നോട് പറയുക, ഞാൻ പറഞ്ഞ അനുഗ്രഹനായ ഒരു ദൈവദാസൻ ഇപ്പം വീട്ടിൽ വരും, രാത്രി വന്ന് അദ്ദേഹത്തിൻ്റെ അടുക്ക വന്ന് പ്രാർത്ഥിക്കുക, ദൈവം ഒരു അത്ഭുതം ചെയ്യും. വളരെ കൃപാവര പ്രാപ്തനായ ഒരു ദൈവദാസൻ വീട്ടിലുണ്ട്. ഈ മനുഷ്യൻ എന്നോട് പറയുക, ഞാൻ ആരാണെന്ന് പാസ്റ്റർക്ക് അറിയാമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്നാരെന്നറിയാം. ആരാ അത്? ഞാൻ ഈ വാർഡിൻ്റെ ഈ പഞ്ചായത്തിൻ്റെ വാർഡ്
അതിൻ്റെ പാർട്ടിയുടെ ഒരു ഈർക്കിലി പാർട്ടിയുടെ നേതാവാണ്. ഏത് വാർഡിൻ്റെ. അതുകൊണ്ട് ഞാൻ വന്നാൽ മോശമല്ലേ. ഞാൻ പറഞ്ഞു സംസ്ഥാന ഭാരവാഹി അവിടെ ഇരിപ്പുണ്ട്. സംസ്ഥാന ഭാരവാഹി പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഈർക്കിലി പാർട്ടിയുടെ പഞ്ചായത്ത് ഭാരവാഹിത്വം തടസ്സമാണ്. പ്രിയമുള്ളവരെ, പള്ളി പ്രമാണി പോയി വീണു. ആരെടുക്കൽ? യേശു. പ്രമാണിത്വം എല്ലാം മാറിയേ ഒക്കത്തുള്ളൂ. ആർക്ക് വേണ്ടി? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. പോയി വീണു. കുഞ്ഞിൻ്റെ പ്രായം എത്ര വയസ്സ്? 12 വയസ്സ്. ഗൗരവ 12 വയസ്സുള്ള കൊച്ചു മരിച്ചുപോയി. എത്ര കൊച്ചുങ്ങളുണ്ട്? ഭയങ്കര. ഒറ്റ കൊച്ചേ ഉള്ളൂ. ഈ പെങ്കൊച്ചിന് വേണ്ടി അപ്പം വന്നു. ഒറ്റ കുഞ്ഞേ ഉള്ളൂ. ഈ പെങ്കൊച്ചിന് വേണ്ടി അപ്പം വരാൻ കാര്യമുണ്ട്. സാധാരണഗതിയിൽ ഒരു നാട്ടു നടപ്പാണ്. പെൺപിള്ളാരോട് ആർക്കായിരിക്കും ഇഷ്ടം? അപ്പന്. ആൺപിള്ളാരോട് ആരായിരിക്കും? നായമ്പട്ടത്തിലെ വിധവയുടെ കൊച്ചെന്നെ കരഞ്ഞുകൊണ്ട് അമ്മ. പെങ്കൊച്ച് വന്നപ്പോൾ ആരാ? അപ്പൻ. പെങ്കൊച്ചിനോട് ഇഷ്ടമാണ് അപ്പന്മാർക്ക്. അപ്പം കരഞ്ഞുകൊണ്ട് വന്നു, വീണു. വയസ്സെത്ര? 12. ഇനി അതിൻ്റെ കാര്യം മനസ്സിലാക്കണം. ഈ 12 വയസ്സിലാണ് കൊച്ചു മരിക്കാറാകുന്നത്. കാര്യമുണ്ട്. ഈ 12 കഴിയുമ്പോഴാണ് പ്രശ്നം തുടങ്ങുക. ഇന്നലെ വരെ വീട്ടിൽ നിന്ന് അമ്മയെടുക്കെ വന്ന് എല്ലാം പറയുന്ന കൊച്ചു കണ്ടിപ്പം മുറിക്കകത്ത് കയറിയിരിക്കുക. കുളിക്കാൻ കയറിയ ഒരു ടാങ്ക് വെള്ളം തീർക്കും. ഏത് പ്രായമാണ്? 12, 13, 14. എന്നെടുക്കുക അടി. എല്ലാം പറയുന്നത് എന്തോ ചെയ്തു? അകത്ത് കയറിയിരിക്കുന്നു. പിയർ പ്രഷർ. ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു ടീനേജ് പ്രായത്തിലാണ്. ടീനേജ് പ്രായം ഭയങ്കര പൊട്ടാപ്പൊള്ളുന്ന പ്രായമാണ്. കൊച്ചിൻ്റെ പ്രായം എത്ര? 12. വേദപുസ്തകത്തിൽ മറ്റൊരു പ്രായം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ ആണ് യാക്കോബിൻ്റെ വംശപാരമ്പര്യം എന്തെന്നാൽ ജോസഫിന് നോക്കിയേ 37:2. ഉൽപ്പത്തി 37:2. യാക്കോബ് തൻ്റെ പരദേശിയായി പാർത്ത ദേശമായ കനാൻ ദേശത്ത് വസിച്ചു. യാക്കോബിന്റെ വംശപാരമ്പര്യം എന്തെന്നാൽ യോസേപ്പിന് 17 വയസ്സായപ്പോൾ. എത്ര വയസ്സ്? 17 വയസ്സായപ്പോൾ. പ്രായം വളരെ പ്രധാനമുള്ളതാ. 12ഉം 17ഉം ഒക്കെ. 17-ന് ജോസഫിനെ എങ്ങോട്ട് വിട്ടെന്നറിയാമോ? ചേട്ടന്മാരുടെ അടുത്തോട്ട് ആടിനെ മേയ്ക്കാൻ വിട്ടു. അതുവരെ ജോസഫ് വീട്ടിൽ തന്നെ ഇരുന്നു. ചുരുക്കത്തിൽ +2 വരെ 17 കൊച്ചു വീട്ടിൽ തന്നെ നിന്നുപോയി. +2 കഴിഞ്ഞപ്പോൾ അവർ പ്രൊഫഷണൽ കോഴ്സിന് അപ്പം കൊണ്ട് ചേർത്തു. അന്നത്തെ പ്രൊഫഷണൽ കോഴ്സ് ആട് വളർത്തലായിരുന്നു. ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ വെറ്റിനറി ഡോക്ടർ. അന്ന് 2 പ്രൊഫഷനേ ഉള്ളൂ. ഒന്ന് അഗ്രികൾച്ചറും മറ്റൊന്ന് വെറ്റിനറി. ഒരുത്തൻ കായീൻ കൃഷിക്കാരനും ആബേൽ ആട്ടിടയനും. അപ്പം കൃഷിക്കാരനായും ആട്ടിടയനായും ഇവരുടെ വേണ്ടി ആട്ട് വളർത്തലായിരുന്നു. ആട് വളർത്താൻ വേണ്ടി വിട്ടു. ആരെ? ജോസഫിന്. എത്ര വയസ്സ്? 17 വയസ്സ്. തെറ്റിദ്ധരിക്കല്ലേ. സത്യം പറയുമ്പം എപ്പോഴും സത്യമായിട്ട് മനസ്സിലാക്കണം. 17 വയസ്സിൽ പോയിട്ട് ഇവൻ എവിടെ ചെന്നു എന്നറിയാമോ? എവിടെ ചെന്നു? ശേഖേമിൽ. വായിച്ചാൽ മതി. 37. ശേഖേമിൽ. ചേട്ടന്മാർ ദോതാനി പോയി. ഇവൻ ശേഖേമി ചുറ്റിക്കറങ്ങി. ഈ ശേഖേമിനൊരു പ്രശ്നമുണ്ട്. 35. യാക്കോബിന് ഒരൊറ്റ 12 + 1 ആയിരുന്നു പെണ്ണ്. ഒറ്റ പെണ്ണേ ഉള്ളായിരുന്നു. 12 ആംഗ്ലമാർക്കൂടെ. അവിടെ പേരെന്നാ? ദീനാമ. ആണോ? അതിൽ നിന്നാണ് നമ്മുടെ ദീനാമ കൊച്ചമ്മയൊക്കെ വന്നത്. അപ്പോൾ ഈ ദീനാമയ്ക്ക് ഒരു പ്രശ്നം. ദീനാമ പറഞ്ഞു, ഞാനും കറങ്ങാൻ പോവാം. ആംഗ്ലമാർക്ക് പോവാമെങ്കിൽ എനിക്കും എന്ത് ചെയ്യണം? പോകണം. അപ്പോൾ അപ്പം പറഞ്ഞു കാണും, നീ ഒരു ലേവിയോ യഹൂദയോ ആരെങ്കിലും കൂട്ടിപ്പോ. അവൾ പറഞ്ഞു, ഞാൻ സോളോ ട്രിപ്പാണ് പോകുന്നത്. യു നോ വാട്ട് ഈസ് സോളോ ട്രിപ്പ്? ഒറ്റയ്ക്ക് പൊക്കോളാം, ആരും വേണ്ട. അങ്ങനെ അവൾ സോളോ ട്രിപ്പ് പോയി. ശേഖേമിക്കൂടെ സോളോ ട്രിപ്പാണ്. സോളോ ട്രിപ്പ് പോയപ്പോൾ ഇപ്പോൾ സോളോ ട്രിപ്പൊക്കെ പോകുന്നേ. ഞങ്ങളുടെ നാട്ടിൽ ഒരു ചെറുക്കൻ ബുള്ളറ്റിൽ ഇന്ത്യ കാണാൻ പോകും എപ്പോഴും. അങ്ങനെ അവൻ പോയപ്പോൾ ബുള്ളറ്റിൽ ഇന്ത്യ കാണാൻ ഒരു പെണ്ണ് വന്നു. ഏതായാലും അതും ഒരു ക്രിസ്ത്യൻ പെണ്ണായിരുന്നു. ഏതായാലും അവളും കൂടെ ബുള്ളറ്റിൽ റാന്നി വന്ന് കെട്ടി. ഇപ്പോൾ അവർ ഒന്നിച്ച് പോകുന്നുണ്ട്. ഏതായാലും സോളോ ട്രിപ്പ് പോയി. ദീനാമ്മ പോയി. ദീനാമ്മ സോളോ ട്രിപ്പ് പോയപ്പോൾ ശേഖേമിലെ പിള്ളേർ പിടിച്ച് പിഴപ്പിച്ചു. അപ്പോൾ 2 അണ്ണന്മാർ ആങ്ങളമാർ വാശിയുള്ളവരായിരുന്നു. പേരെന്താ? വേദവസ്തം അറിയാവുന്നവർ. അവർ കയറി ചതിച്ച് അവിടുത്തെ ആരെ കൊന്നു? ആണുങ്ങളെ മുഴുവൻ കൊന്നു. അവിടെ ഇപ്പോൾ ആരേ ഉള്ളൂ? പെൺപിള്ളാരേ ഉള്ളൂ. അവിടെ കറങ്ങി. ജോസഫ്. പ്രായം 17. കറക്കം. സത്യം കണ്ടോ? അങ്ങനെ വായിച്ചേ. ശേഖേമില്ല. അപ്പൻ്റെ മനസ്സ് നൊന്തു. ശേഖേമി കറങ്ങി. അപ്പോൾ ഈ 17 കറങ്ങും, 12 മരിക്കും. നാച്ചുറലാ.
12 ആകുമ്പോഴാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, എന്താ? ടീനേജ് പ്രോബ്ലം. ഭയങ്കര പ്രശ്നമാണ്. ഈ ടീനേജ് പ്രോബ്ലത്തിൽ എന്തോ ഉണ്ടെന്നറിയാമോ? ജനറേഷൻ ഗ്യാപ്പ് വൈഡൻ ചെയ്യും, തലമുറകൾ തമ്മിലുള്ള വിടവ് വർദ്ധിക്കും. വാട്ട് യു മെൻ ബൈ ജനറേഷൻ ഗ്യാപ്പ്? കൊച്ചൊന്ന് പറഞ്ഞു, ഞങ്ങൾ പെമ്പിളിൽ ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം കൂടി അടുത്ത ദിവസം ഞങ്ങളുടെ ഇന്നയുടെ വീട്ടിൽ കൂടുകയാണ്, അവിടെ ഞങ്ങൾ നൈറ്റ് കിടക്കുകയാണ് എല്ലാവരും. ആരൊക്കെ അടി? അതിനകത്ത് നിയാസ് വരും, ഷിയാസ് വരും, ഷെറിഫ് വരും, പിന്നെ നമ്മുടെ ഗണേശ് വരും, പിന്നെ ഷിജു ഉണ്ട്, പിന്നെ അൽക്കയുണ്ട്, പിന്നെ വിനീതയുണ്ട്, സൗമ്യയുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാം കൂടെ ചമ്മയുടെ വീട്ടിൽ കൂടി അവിടെ. അപ്പോൾ അമ്മ എന്താ പറഞ്ഞു? അമ്മ പറയേ എന്ത് അമ്മ പറഞ്ഞേ? ഇവിടെ ഒന്നും ഒരുത്തിയും പോകുന്നില്ല. നീ പോവുകയാണെങ്കിൽ എൻ്റെ ശവത്തെ ചവിട്ടിയാൽ നീ എന്ത് ചെയ്യത്തുള്ളൂ? പോകത്തുള്ളൂ. ഇവിടുന്ന് ആരും പോകത്തില്ല. അപ്പോൾ കൊച്ചെന്താ പറയും? പിന്നെ അവരെല്ലാം വരാമെങ്കിൽ നിങ്ങളുടെ മോള് മാത്രമേ ഉള്ളൂ മോളാ, ബാക്കിയൊരു മോളല്ലേ, ഞാൻ പോകും. അപ്പോൾ ജനറേഷൻ ഗ്യാപ്പ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഇല്ല ആൻഡ് പിന്നെ. That gap is known as generation gap. അല്ലേ? ഇല്ല പിന്നെ. കണ്ടോ? ഇല്ല പിന്നെ. ഇതാണ് മരണം. നമ്മളെന്തോ ചെയ്യും? എന്തോ ചെയ്യാൻ? ഈ കൊച്ചു മരിക്കാറായി. അപ്പം പോയി ആരെ വിളിച്ചോണ്ട് വന്നു? യായിറോസിനെ വിളിച്ചോണ്ട് വന്നു. യായിറോസ് പോയി യേശുവിനെ വിളിച്ചോണ്ട് വന്നു. യേശു പോയി ഇതിനിടയ്ക്ക് രക്തസ്രാവക്കാരത്തി പറയുന്നു. അപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ആൾ വന്നിട്ട് പറഞ്ഞു, ആര് മരിച്ചുപോയി? കുഞ്ഞ് മരിച്ചു. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടൊരു വാക്ക് യേശു കർത്താവ് പറഞ്ഞ മറുപടി എന്താ? ബാല മരിച്ചിട്ടില്ല, വിശ്വസിക്കാൻ മാത്രം. പ്രിയമുള്ളവരെ, ഇന്ന് സുവിശേഷകർ ഉൾപ്പെടെ ചിലപ്പോഴും പറയാറുണ്ട് തലമുറകളെല്ലാം പോയി. അത് പറയുന്നത് സുവിശേഷം അല്ല. സുവിശേഷത്തിന് ഒരു കാര്യം പറയാറുണ്ട്, ബാല മരിച്ചിട്ടില്ല. ഒരു കുഞ്ഞും വീണ്ടെടുക്കാനാവാത്തതുപോലെ മരിച്ചിട്ടില്ലെന്ന് പറയുന്നതാണ് സുവിശേഷം. അതാണ് സുവിശേഷം. യേശു പറഞ്ഞു ബാല മരിച്ചിട്ടില്ല, വിശ്വസിക്കുക. അപ്പോൾ യേശു പറഞ്ഞു, അകത്തോട്ട് കയറിപ്പം കുറേ പേര് ഇത് മരിച്ചു എന്നറിഞ്ഞ് വന്നു. യേശു പറഞ്ഞു എല്ലാത്തിനും പുറത്തിറക്കാൻ പറഞ്ഞു. എന്തിനാണെന്നറിയാമോ? ഇവന്മാരെല്ലാം വന്ന എന്തിനാണെന്നറിയാമോ? കൊച്ചിനുള്ള സ്നേഹം കൊണ്ടല്ല. അവൻ്റെ ഐഫോണുമായിട്ട് ഫോട്ടോ എടുക്കാൻ വന്ന ചത്ത് കിടക്കുന്ന കൊച്ചിൻ്റെ. കർത്താവിനൊരു ആഗ്രഹമുണ്ട്, ചത്ത് കിടക്കുന്ന കൊച്ചിൻ്റെ ഫോട്ടോ ലോകം അറിയരുത്. എൻ്റെയും നിൻ്റെയും വീട്ടിലെ കൊച്ചിൻ്റെ അപവാദങ്ങൾ ലോകമറിയരുതെന്ന് നമ്മളെക്കാട്ടും നിർബന്ധം നമ്മുടെ യേശുവിനാ. അറിയോ? യേശു പറഞ്ഞു എല്ലാത്തിനും പുറത്താക്കും, ഒറ്റ ഒരുത്തം കാണണ്ട. ഒരു കുഞ്ഞ് ചിലപ്പോൾ മരിച്ചു കിടക്കുമ്പോൾ പ്രോപ്പറിലല്ല കിടക്കുക, ഒരുക്കിയിട്ടില്ല, സുഗന്ധം പൂശിയിട്ടില്ല, ശീല പൊതിഞ്ഞിട്ടില്ല, സമയമായിട്ടില്ല. അതിനു മുമ്പ് കാണാൻ വരേണ്ട ആരും നിന്റെ കൊച്ചിൻ്റെ മരണത്തിൻ്റെ ചിത്രം ദൈവം ആരുടെയും കയ്യിൽ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എന്നാ കാര്യം? യേശു ജീവിപ്പിച്ചാലും 19 കല്യാണം വരുമ്പോൾ നാട്ടുകാർ പറയും 12 ഏതാണ്ട് മഹാദീനം വന്ന കൊച്ചാ, നാളെ ഇതിൻ്റെ കല്യാണം തടസ്സപ്പെടും. യേശുവിന് നിർബന്ധമുണ്ട്, ഇവിടെ ഭാവിയെ തടയപ്പെടുന്ന ഒരു വാർത്ത ലോകം അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ യേശു ഇന്ന് രാത്രി നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. അത് നിർബന്ധ ബുദ്ധിയുണ്ട് കർത്താവിന്. നാട്ടുകാർക്കില്ലെങ്കിലും, വീട്ടുകാർക്കില്ലെങ്കിലും, കൊച്ചമ്മയ്ക്കില്ലെങ്കിലും, അപ്പാപ്പനില്ലെങ്കിലും, പാസ്റ്റർക്കില്ലെങ്കിലും, സഹവിശ്വാസികൾക്കില്ലെങ്കിലും നിർബന്ധ ബുദ്ധിയുള്ള യേശുണ്ട്. സ്വത്രം. യേശു വന്നു, എല്ലാവരും പുറത്താക്കി. യേശു പറഞ്ഞു, തലീഥ കുമ്മി, ബാലേ എഴുന്നേൽക്ക. ക്ഷണത്തിൽ അതിൻ്റെ ആത്മാവ് മടങ്ങി വന്നു. അത് കണ്ണ് ചിമ്മി എഴുന്നേറ്റിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, 1, കുടുംബങ്ങളിൽ യേശു വരും. 2, ഒരു കുഞ്ഞും വീണ്ടെടുക്കാനാവാത്തതുപോലെ പോയി എന്ന് പറയുന്ന അല്ല വിശുദ്ധ ബൈബിളിൻ്റെ സുവിശേഷം. ലൂക്കോസ് 15, ഒരാൾക്ക് എത്ര ആട്? 100 ആട്. എത്ര പോയി? 1 പോയി. 1% ആണോ? ഒരമ്മയ്ക്ക് 10 ദ്രഹ്മ. എത്ര പോയി? 1 പോയി. 10ൽ 1 എത്ര പെർസെൻറ്റേജാ? 10% ആണോ? ഇനി ഉപമയല്ല, ഒരപ്പന് 2 മക്കൾ ഉണ്ടായിരുന്നു. മറ്റേത് വായിച്ചാൽ മതി. ഉണ്ടായിരുന്നിരിക്കട്ടെ, ഇവിടെ ഉണ്ടായിരുന്നിരിക്കട്ടെ എന്നല്ല, ഉണ്ടായിരുന്നു. ഒരപ്പന് 2 മക്കൾ. 1 പോയി. പെർസെൻറ്റേജ് പറഞ്ഞ് 2ൽ 1 പോയി. എത്ര പെർസെൻറ്റേജാ? 50. ഇന്നത്തെ കഥ പുരോഗമിച്ചപ്പോൾ 50% പോകുമെന്നാ. പക്ഷെ പോയി. പക്ഷെ യേശുവിൻ്റെ കഥകൾ, ഉപമകൾ അവസാനിക്കുന്നത് പോയെന്നല്ല, പോയിട്ട് തിരിച്ചു പിടിച്ചു എന്നാ. യേശുവിനെ വിളിച്ചുകൊണ്ട് വരാമെങ്കിൽ മരിച്ച കൊച്ചു ജീവിക്കും.
നഷ്ടപ്പെട്ടെന്ന് കരുതിയ ജീവിക്കും. ഒരു പക്ഷേ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ മരിച്ചു കിടക്കുക, ഇൻസ്റ്റഗ്രാമിൽ മരിച്ചു കിടക്കുക, ബന്ധങ്ങളിൽ മരിച്ചു കിടക്കുക, പ്രാർത്ഥനയില്ല, ഭയത്തിൽ മരിച്ചു കിടക്കുക, വേദജ്ഞാന വാചനയില്ല, സഭായോഗത്തിന് വരുന്നില്ല, മരിച്ചു കിടക്കുക. യേശു വരും, എന്നിട്ടൊരു പ്രകമ്പനം കൊള്ളുന്ന ഒരു ശബ്ദം നമ്മുടെ തലമുറകളുടെ നടുവിൽ ഇടിമുഴക്കം പോലെ പ്രതിധ്വനിക്കും. എന്താ? തലീത കുമി, ബാലെ എഴുന്നേൽക്കുക. കണ്ണ് ചിമ്മി എഴുന്നേറ്റ് വരുന്നത് പോലെ കർത്താവിൻ്റെ വചനം പ്രവാചക പുസ്തകത്തിൽ കാണുന്നു. നീ എന്താ കാണുന്നത്? അസ്ഥികൾ നോക്കി പ്രവചിക്ക്. ഈ അസ്ഥികൾ ജീവിക്കുമോ? ഒരു കാറ്റടിച്ചു, അസ്ഥി ജീവിച്ചു. അങ്ങനെയെങ്കിൽ യോവേൽ പ്രവചനം എന്താണ്? നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കോ, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കോ. അന്ത്യകാലത്ത് ദൈവത്തിന്റെ കാറ്റടിക്കും, അസ്ഥികൾ ജീവിക്കും, ഒരു യുവസൈന്യം എഴുന്നേൽക്കും. ബാലം മരിച്ചിട്ടില്ലെന്നുള്ള സുവിശേഷം ഇന്ന് രാത്രി സുവിശേഷം. ഞാൻ ലോകത്തെ നോക്കി, കുടുംബങ്ങളെ നോക്കി, എവിടെയോ മരണപ്പെട്ടതുപോലെ കിടന്ന് ബുദ്ധിമുട്ടുന്ന, പ്രതീക്ഷ, ആശ അറ്റുപോയ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ, വാഗ്ദത്തങ്ങളൊക്കെ ഒത്തിരി പറഞ്ഞു, പക്ഷെ ഇന്ന് അതിൻ്റെ ഒരു പുലബന്ധം പോലും ഇല്ലാത്ത നിലകളിൽ അന്യപ്പെട്ടു പോയ ജീവിത സാഹചര്യങ്ങൾ ചരിക്കുന്ന ആ കുഞ്ഞിനെ നോക്കി യേശുവിൻ നാമത്തിൽ ഞാൻ ഇന്ന് രാത്രി സുവിശേഷം പറയുന്നു. തലീത കുമി, ബാല എഴുന്നേൽക്ക. കണ്ണ് ചിമ്മി എഴുന്നേറ്റ് വരും, കൈയടിച്ച് സ്തുതിച്ച് ഈ രാത്രി കുടുംബങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ കാറ്റടിക്കട്ടെ, കൊട്ടിക കാറ്റടിക്കട്ടെ, അസ്ഥികളെ ജീവിപ്പിക്കുന്ന കാറ്റടിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും അതിശക്തിയോടെ പ്രാർത്ഥിച്ച് 2 മേഖലകളെ സമർപ്പിക്കാൻ പോകുക. 1 കാനാവിലെ വീട്, കുടുംബങ്ങൾ. 2 യായിറോസിന്റെ വീട്, തലമുറകൾ. ഈ 2ന്റെ മേലും ദൈവപ്രവൃത്തി വെളിപ്പെടാൻ കരമുയർത്തി പ്രാർത്ഥിച്ച്, ഓരോ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിച്ചേ. നമുക്കറിയാവുന്ന മക്കളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. നമുക്കറിയാവുന്ന ചില യുവ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചേ. പ്രശ്നങ്ങളിൽ പോകുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചേ. വിവാഹപ്രായമെത്തിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിച്ചേ. പ്രാർത്ഥിച്ചേ. എല്ലാവരും പ്രാർത്ഥിച്ചേ. അവരെല്ലാം പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. കുറച്ച് മക്കളുടെ ഒക്കെ പേര് പറഞ്ഞു, നമ്മുടെ മാത്രമല്ല, നമുക്കറിയാവുന്ന കുറേ മക്കളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എല്ലാവരും പ്രാർത്ഥിച്ചേ. ഓരോരുത്തരെയും പറഞ്ഞ് പ്രാർത്ഥിച്ചേ. സ്വോത്രം 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 സ്വോത്രം. കുറച്ച് പേരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒറ്റയാളിനകത്ത് പ്രാർത്ഥിക്കാതിരിക്കരുത്, കേട്ടല്ലോ. നിർബന്ധമാണ്. എളിയവന് നിർബന്ധത്തോടെ പറയുന്നു, അത് ആത്മാവിന് നിർബന്ധ. എളിയവനെ ഓർത്തും പ്രാർത്ഥിക്കണേ. എനിക്ക് മക്കൾ 4 എന്നെ ഓർത്തുകൂടെ പ്രാർത്ഥിക്കുവാൻ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്നെ കൂടെ ഓർത്ത് ഇന്നെങ്കിലും പ്രാർത്ഥിക്കണേ. ശബനം ഘടകം ദിഗനം രഗജം ധാരം ധേരം ദിക്കം രാജം വൈഡം ധേരം 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 ശകനം ദിഗനം രഗജം ധാരം ധേരം ധേരം. സ്വത്രം സ്വതം കർത്താവേ, ഞങ്ങളുടെ മുഴുവൻ കുടുംബങ്ങളെ, മുഴുവൻ കുഞ്ഞുങ്ങളെ, 12കാരെ, കൗമാരക്കാരെ, 17കാരെ, 18കാരെ, 19കാരെ. ഓ തലീത കൂമി, ബാല എഴുന്നേക്ക. ബാല മരിച്ചിട്ടില്ല. ബാല്യക്കാര, വിധവയുടെ മഞ്ചത്തെ തൊട്ടി, മകന്റെ മഞ്ചത്തെ തൊട്ടിട്ട് യങ് മാൻ എറൈസ്. ഓ യൗവനക്കാര എഴുന്നേക്കുക എന്ന് പറഞ്ഞ ആ ദിവ്യ ശബ്ദം ഞങ്ങളുടെ കുടുംബങ്ങൾ ഇന്ന് രാത്രി പ്രതിധ്വനിക്കട്ടെ, പ്രകമ്പനം കൊള്ളട്ടെ. ഓ എവിടെയോ മരണപ്പെട്ടു പോയതിൻ്റെ, ആത്മീയമായി മരിച്ചു കിടക്കുന്ന ചിലതിൻ്റെ ആ ജീവശ്വാസം ഊതട്ടെ, ആ കാറ്റടിക്കട്ടെ, അസ്ഥികൾ ജീവിക്കട്ടെ. സ്വോത്രം 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 സ്വോത്രം. കരമടിച്ച് സ്തുതിച്ച്, അന്യഭാഷകളിൽ സ്തുതിച്ച്, ആൽപശാന 1 വാക്കെങ്കിലും അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കാൻ ഭാഗ്യം ലഭിച്ചവരെല്ലാം 1 വാക്കെങ്കിലും. അടകം അനകം അനക രഗജ റിബന ശകന ദിഗന രഗജ രബന ഹതന രഗല രഗജ അടക നഗജ രഗജ. കുടുംബങ്ങളിലേക്ക് ദിവ്യ സാന്നിധ്യം, തലമുറകളിലേക്ക് ദിവ്യ സാന്നിധ്യം. ഇതൊരു ഒരു 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 ദൈവം തന്നൊരു ഭാരം, ദൈവം തന്നൊരു ദർശനം, ദൈവം തന്നൊരു വേദന ഞാൻ എടുത്ത് നിങ്ങളുടെ മണ്ടയിൽ ഇട്ട് തന്നിട്ട് പോകുക. പ്രാർത്ഥിക്കണം. കുടുംബങ്ങളെ, തലമുറകളെ വഹിച്ചുകൊണ്ട് അമ്മമാരെ എഴുന്നേക്കട്ടെ, പിതാക്കന്മാരെ എഴുന്നേക്കട്ടെ, യാമങ്ങൾ എഴുന്നേക്കട്ടെ.